ഹലോ മിച്ചന്മാരെ, വെൽക്കം ബാക്ക് ടു മല്ലു എക്സ്പ്ലെയിനർ. ഈ കഥ ആരംഭിക്കുന്നതിന് മുന്നേ തന്നെ നിങ്ങളോട് ഒരു കാര്യം ഞാൻ പറയുന്നുണ്ട്. എപ്പോഴും നിങ്ങൾ കേൾക്കുന്നത് പോലെയുള്ള കഥയുടെ ഒരു ക്ലൈമാക്സ് ആയിരിക്കില്ല ഇതിന്. ടോട്ടലി ഡിഫറന്റ് ആണ്. കഥയെക്കുറിച്ച് ചുരുക്കി ഒന്ന് പറയുകയാണെങ്കിൽ, ജീവിതത്തിൽ വിജയിക്കാൻ കഴിയാത്ത ഒരു ശില്പി പെട്ടെന്ന് അദ്ദേഹത്തിന്റെ ലൈഫിൽ ഒരു മാറ്റങ്ങൾ വരികയാണ്. അദ്ദേഹം ഉണ്ടാക്കുന്ന എല്ലാ ശില്പങ്ങളും ഒരുപാട് കാശ് കൊടുത്ത് മേടിക്കാനായിട്ട് ആളുകൾ വരികയാണ്. അതിനോടൊപ്പം തന്നെ ചില രഹസ്യ സന്ദേശങ്ങൾ ഇയാൾക്ക് കിട്ടുന്നുണ്ട്. സഹായിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ ആ ഒരു വലിയ മിസ്റ്ററിയിലേക്ക് ഇയാൾ എത്തിപ്പെടുകയാണ്. അതുപോലെ ഇതുവരെയായിട്ടും ഉപയോഗിക്കാത്ത ഒരു വാതിൽ അയാളുടെ വീട്ടിലുണ്ടായിരുന്നു. ആ വാതിൽ തുറക്കാൻ നോക്കുമ്പോൾ അയാളുടെ ഭാര്യ ആ വാതിൽ തുറക്കാൻ സമ്മതിക്കുന്നുമില്ല. അവസാനം തന്റെ ചുറ്റും നടക്കുന്ന എല്ലാ രഹസ്യങ്ങളും മനസ്സിലാക്കുമ്പോൾ ഈ ശില്പി തകർന്നു പോവാണ്. ആ രഹസ്യങ്ങളിലേക്ക് അപ്പൊ നമുക്ക് നേരെ അങ്ങോട്ട് പോവുകയല്ലേ. സോ അഗൈൻ വെൽക്കം ബാക്ക് ടു മല്ലു എക്സ്പ്ലെയിനർ. സിനിമയുടെ ആരംഭത്തിൽ ഒരു ആർട്ട് ഗാലറി ഇത് കാണിച്ചുകൊണ്ടാണ് സിനിമ ആരംഭിക്കുന്നത്. അവിടെ വ്യത്യസ്തമായിട്ടുള്ള പല രൂപത്തിലുള്ള ശില്പങ്ങളുണ്ട്. അതിൽ പ്രധാനമായിട്ടും ഗർഭിണികളായിട്ടുള്ള സ്ത്രീകളുടെ ശില്പങ്ങൾ. അധികം ആൾക്കാരും ഇങ്ങോട്ടേക്ക് വന്നിരിക്കുന്നത് തന്നെ ഇതുപോലെയുള്ള ഗർഭിണിയായിട്ടുള്ള സ്ത്രീകളുടെ ശില്പം മേടിക്കാനാണ്. ഇതെല്ലാം ഉണ്ടാക്കിയിരിക്കുന്ന അതിന്റെ ആ ഒരു ശില്പി എന്ന് പറയുന്നത് ഈ കാണുന്ന ഗംഭീറാണ്. ഇനിയിപ്പോൾ അതിന്റെ ഒരു പീസ് കൂടെ ബാക്കിയുള്ളൂ. ഇതേ നേരം തന്നെ ഭയങ്കര റിച്ച് ആയിട്ടുള്ള ഒരാൾ വന്നിട്ട് പറയാണ് എനിക്ക് ഇത് തന്നെ വേണം. എന്നാൽ ഓൾറെഡി ഇത് മറ്റൊരാൾ മേടിച്ചത് കൊണ്ട് തന്നെ ഇതങ്ങനെ വെക്കാൻ കഴിയില്ല, നിങ്ങൾക്ക് മറ്റൊന്ന് തരാന്ന് പറയുന്നുണ്ടെങ്കിലും ഇയാൾ കേൾക്കുന്നില്ല. ഇതേ നേരം അങ്ങോട്ടേക്ക് വന്ന ഗംഭീറിന്റെ ഭാര്യ താലിയ ഇയാളോട് സംസാരിക്കുകയാണ്. സാറേ, അതങ്ങനെയല്ല, ഇങ്ങനെയൊക്കെയാണ്. അവളുടെ ആ ഒരു സംസാരത്തിന് വല്ലാത്തൊരു വശ്യത ഉണ്ടായിരുന്നു. സംസാരിച്ച് ആൾക്കാരെ മാനിപ്പുലേറ്റ് ചെയ്യാൻ കഴിയും. അവളുടെ ആ ഒരു സംസാരത്തിൽ ഇയാൾ വീണു പോവാണ്. അതേ സമയത്തിന് ഈ പണക്കാരൻ പറയുന്നുണ്ട്, ഗംഭീറെ ഇതുപോലെയുള്ള പീസ് വേറെ ഏതെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ ഇതുവരെയായിട്ടും പെണ്ണ് കെട്ടിയിട്ടില്ല, ഇതുപോലെ ഒരു ഐറ്റത്തിനെ കിട്ടിയാൽ കൊള്ളാമെന്നുണ്ട്. സൗന്ദര്യത്തിന്റെ കാര്യത്തിലായാലും പെരുമാറ്റത്തിന്റെ കാര്യത്തിലായാലും സംസാരത്തിന്റെ കാര്യത്തിലായാലും താലിയ ഒരു എക്സ്ട്രാ ഓർഡിനറി ആയിട്ടുള്ള ആള് തന്നെയാണ്. ഇതേ ആർട്ട് ഗാലറിയിൽ തന്നെ വേറെ രണ്ടാൾക്കാരെ കാണിക്കുന്നുണ്ട്, ഡോങ് അതുപോലെ തന്നെ ജോൺ. ഗംഭീറിന്റെ സഹപാഠികളാണ്. അപ്പൊ അവര് പറയുന്നുണ്ട് പഠിക്കുന്ന സമയത്തൊക്കെ ഇവൻ എങ്ങനെയായിരുന്നു, ഇപ്പൊ എന്തോ വേറെ ലെവലിലേക്ക് എത്തിയിട്ടുണ്ട്. ശരിക്കും ഇവന്റെ ഈ ഐഡിയ ഉണ്ടല്ലോ, ഗർഭിണികളായിട്ടുള്ള സ്ത്രീകളെ ശില്പരൂപത്തിൽ കൊണ്ടുവന്നത്, അത് നല്ലൊരു കിടിലം ഐഡിയ ആയിട്ടുണ്ട്. കറക്റ്റ് ടൈമിന് കറക്റ്റ് കാര്യങ്ങൾ ചെയ്താൽ ഇങ്ങനെ തന്നെയാണ് സക്സസ് ആവാൻ കഴിയും. എല്ലാത്തിനും കാരണം അവന്റെ ഭാര്യ, അവളാണ് താലിയ. ഒരു പരിധി വരെ ഇവന്റെ എല്ലാ വിജയത്തിന്റെ കാരണം അവൾ തന്നെയാണ്. ഇതേ നേരം അങ്ങോട്ടേക്ക് താലിയ ഗംഭീർ രണ്ടുപേരും വരുന്നുണ്ട്, കൂട്ടുകാരുമായിട്ട് സംസാരിക്കുകയാണ്. അതേ സമയത്ത് തന്നെ ഗംഭീറിന്റെ മാനേജർ ആയിട്ടുള്ള ജിമ്മി അങ്ങോട്ടേക്ക് വരികയാണ്. ജിമ്മി വന്ന പാട് തന്നെ ഒരു കാര്യം പറയുന്നുണ്ട്, ഗംഭീറെ ഇത്തവണ എല്ലാ കാര്യവും ഗംഭീരമായിട്ടുണ്ട്, ഒരെണ്ണം പോലും ബാക്കിയില്ലാതെ എല്ലാവരും ശില്പങ്ങൾ മേടിച്ചുകൊണ്ടുപോയി, സെയിൽസ് ഒക്കെ നന്നായിട്ട് നടക്കുന്നുണ്ട്. അപ്പൊ എല്ലാവരും ഹാപ്പിയാണ്. ഇതിനിടയിൽ ചെറുതായിട്ടൊന്ന് അടിച്ചുകൊണ്ട് ഗംഭീർ അതിലൂടെ അങ്ങനെ നടക്കുമ്പോൾ അങ്ങോട്ടേക്ക് വന്ന വേറെയും കുറച്ച് കലാകാരന്മാരുണ്ട്. ഇവര് ഈ ശില്പങ്ങളെ കുറിച്ച് സംസാരിക്കുകയാണ്. എന്തുകൊണ്ടാണ് ഈ ശില്പത്തിനോട് ഇത്രയും ആൾക്കാർക്ക് താല്പര്യം? ആൾക്കാർക്ക് എന്നല്ല, നമ്മൾ തന്നെ അതിനെ കാണുന്ന സമയത്ത് എന്തോ അതിന് ജീവനുള്ളതുപോലെ ഫീൽ ആവുന്നു. ഇങ്ങനെയെല്ലാം ഈ ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുമ്പോൾ ഇത് കേൾക്കുന്ന ഗംഭീറിന് സന്തോഷമല്ലേ വരേണ്ടത്, എന്നാൽ ഗംഭീറിന് ഭയങ്കരമായിട്ട് സങ്കടം വരികയാണ്. അതുകൊണ്ട് തന്നെ അവിടുന്ന് പുറത്തേക്ക് പോയിട്ട് സിഗരറ്റും വലിച്ച് അങ്ങനെ നിൽക്കുന്ന സമയത്ത് അങ്ങോട്ടേക്ക് താലി വരുന്നുണ്ട്. എന്താ പറ്റിയെന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പൊ അവന്റെ വിഷമം കണ്ടപ്പോൾ തന്നെ താലിക്ക് കാര്യം മനസ്സിലായി, എന്താണ് അവന്റെ ഉള്ളിൽ ആ ഒരു വിഷമം. ആ സമയത്ത് അവനൊന്നും പറയാതെ തന്നെ താലി പറയാണ്, എനിക്കറിയാം എന്താണ് നിന്റെ ബുദ്ധിമുട്ട്, പക്ഷെ ഒരു കാര്യം ആലോചിച്ചാൽ മതി, ആ കുഞ്ഞുങ്ങൾ അവരുടെ ജന്മത്തിന്റെയും ജീവിതത്തിന്റെയും അർത്ഥമാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്, അതിൽ യാതൊരു തെറ്റുമില്ല. എന്നാൽ ഈ സമയത്ത് ഗംഭീർ പറയുന്നുണ്ട്, എന്താണെന്നറിയില്ല, ഓരോ ദിവസവും മുന്നോട്ടേക്ക് പോകുന്നവർക്കുള്ളിൽ വല്ലാത്തൊരു പേടിയും അതുപോലെ തന്നെ വല്ലാത്തൊരു ആശയക്കുഴപ്പവും. എന്ന ഭാര്യ താലിയ ആളെ അറിയാലോ, നല്ല രീതിയിൽ തന്നെ അവനോട് സംസാരിച്ച് അവനെ നോക്കിയാക്കിയിട്ട് അവിടുന്ന് കൂട്ടിക്കൊണ്ടുപോകണം. ഇതിനുശേഷം ഒരു വീട് കാണിക്കുന്നുണ്ട്. വീടിന്റെ ഉൾഭാഗം കണ്ടാൽ അറിയാം അത്യാവശ്യം ഒരു പഴയ വീടാ തോന്നുന്നു. അത്ര വലിയ കാശുള്ള ആൾക്കാരുടെ വീടുമല്ല, അത്യാവശ്യം പാവപ്പെട്ട ആൾക്കാരുടെ വീട് തന്നെയാണ്. ഇപ്പൊ ഉണ്ടല്ലോ, ഈ കാണിച്ച വീട്ടിൽ വെച്ച് ഒരു ചെറിയ പയ്യനെ ആരും വളരെ ബ്രൂട്ടലായിട്ട് മർദ്ദിക്കുകയാണ്. പക്ഷെ ആരാണ് ആ പയ്യൻ, അവൻ എന്തിനാണ് ഈ ആൾക്കാർ മർദ്ദിക്കുന്നത്, ഏതാണ് ഈ വീട്, ഇതൊന്നും ഇപ്പൊ കാണിക്കുന്നില്ല. ഇതിനുശേഷം വീണ്ടും ഗംഭീറിനെ കാണിക്കുകയാണ്. വലിയ കുഴപ്പമൊന്നുമില്ലാത്ത ഒരു റിച്ച് സെറ്റപ്പ് തന്നെയാണ് കേട്ടോ. വലിയൊരു വീടും അതുപോലെ തന്നെ ഭാര്യ, അമ്മ, ഇവരെല്ലാവരും കൂടെ ഉണ്ട്. അമ്മയുടെ പേര് റാണി എന്നാണ്. അപ്പൊ അമ്മ വന്ന പാട് തന്നെ ചോദിക്കുന്നത്, ഗംഭീറെ എന്തായി കാര്യങ്ങളൊക്കെ, കുറച്ച് നാളായില്ലേ ശ്രമിക്കുന്നത്, എനിക്കറിയാം നിങ്ങളുടെ പ്രശ്നങ്ങളൊക്കെ, ഡോക്ടറെ പോയി കണ്ട സമയത്ത് എന്താ പറഞ്ഞത്, അവൾക്ക് കുഴപ്പമൊന്നുമില്ല അല്ലേ, ടെസ്റ്റ് റിപ്പോർട്ടിൽ നിനക്കാണ് കുഴപ്പമല്ലേ, നീ പേടിക്കണ്ട, നോക്കിക്കോ, ഒരു ദിവസം നീ വിചാരിക്കുന്നത് പോലെ അല്ലെങ്കിൽ നീ ഉണ്ടാക്കുന്ന ശില്പം പോലെ നിന്റെ ഭാര്യയും ഗർഭിണിയാവും. എന്ന അമ്മ ഈ രീതിയിൽ സംസാരിച്ചത് എന്തോ ഗംഭീറിന് അത്രക്ക് അങ്ങോട്ട് ഇഷ്ടമായില്ല കേട്ടോ. അതായത് ഒരു നല്ല രീതിയിലല്ല അമ്മ സംസാരിച്ചത്. അതായത് ആണിനായാലും പെണ്ണിനായാലും ഒരു കുഴപ്പമുണ്ടെങ്കിൽ അവരുടെ മുഖത്ത് നോക്കി ഒറ്റയടിക്ക് ഇങ്ങനെ ചോദിക്കുമ്പോൾ എന്തായാലും അത് അമ്മയാണെങ്കിലും അച്ഛനാണെങ്കിലും അത് ചോദിച്ചാൽ വിഷമമാവും. ഈ സമയത്ത് തന്നെ ഒരു കോണിംഗ് ബെല്ല്, അത് കേട്ടിട്ട് വേഗം തന്നെ പുറത്തേക്ക് പോയി നോക്കുകയാണ് ഗംഭീർ. പക്ഷേ പുറത്ത് ആരും ഉണ്ടായിരുന്നില്ല, കളിപ്പിക്കാൻ വേണ്ടി ആരെങ്കിലും ചെയ്തതായിരിക്കും. എന്നാൽ ആരാണെന്ന് അറിയില്ല, താഴെ എന്നെ സഹായിക്കണേ രക്ഷിക്കണേ എന്ന് പറഞ്ഞിട്ട് കരി കൊണ്ട് എഴുതി വെച്ചിട്ടുണ്ട്. പക്ഷെ ആരെയും കാണാനില്ല. എന്നാൽ ഇതും ആരെങ്കിലും കളിപ്പിക്കായിരിക്കും എന്ന് കരുതിയിട്ട് ഗംഭീർ വല്ലാണ്ട് മൈൻഡ് ആക്കുന്നില്ല. ഇതിനുശേഷം ടെന്നീസ് കളിക്കാനായിട്ട് അവന്റെ കൂട്ടുകാരിലൂടെ പോവാണ്. ആകെ 2 കൂട്ടുകാരേ ഉള്ളൂ, ഡോങ്ങും അതുപോലെ തന്നെ ജോണും. അപ്പൊ കളിയുടെ ഇടയിൽ ജോണ് പറയുന്നുണ്ട്, എടാ ഒരു ഉത്സാഹത്തിൽ കളിക്കുക, ഇത് ഒരുമാതിരി വേണോ വേണ്ടേന്ന് വെച്ചിട്ട് ഇപ്പൊ ഗംഭീർ പറയണം, ഞാൻ ഇങ്ങോട്ടേക്ക് വരുന്നത് ജയിക്കാനല്ല, ചുമ്മാ ഒരു ഫിസിക്കൽ ആക്ടിവിറ്റി അത്രേ ഉള്ളൂ. ബേസിക്കലി ഗംഭീറിനെ നോക്കുകയാണെങ്കിൽ ആൾ അത്ര വലിയ ഉഷാറൊന്നുമല്ല. പിന്നീട് കളിയെല്ലാം കഴിഞ്ഞ് വീട്ടിലേക്ക് തിരിച്ചു പോകണം. ആ സമയത്ത്
സമയത്ത് കുറച്ച് വർഷങ്ങൾക്ക് മുന്നേ അവരുടെ ലൈഫിൽ സംഭവിച്ച ഒരു കാര്യം ആലോചിക്കുകയാണ്. അതായത് ആലിയ അതുപോലെ തന്നെ ഗംഭീർ രണ്ടുപേരും പ്രണയിക്കുന്ന സമയത്ത് ഗർഭിണിയായി പോയി അവള്. എന്നാൽ അവരുടെ കല്യാണം കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ആ ഒരു ഗർഭം ഇല്ലാതാക്കാൻ അവർ തീരുമാനിച്ചു നേരെ ഒരു ഹോസ്പിറ്റലിലേക്ക് പോവാണ്. ആലിയ ഡോക്ടറിന്റെ റൂമിലേക്ക് പോയി. ഗംഭീർ ആണെങ്കിൽ ഭയങ്കര ടെൻഷനിൽ പുറത്തിരിക്കുകയാണ്. ഇതേ സമയത്ത് തന്നെ വ്യത്യസ്തനായിട്ടുള്ള ഒരാൾ അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പൊ ആള് ചോദിക്കുകയാണ്, എന്താണ് മോനെ, ഗർഭം ഇല്ലാതാക്കാൻ വന്നതാണോ? നിന്റെ ടെൻഷൻ കണ്ട ഇത് ആദ്യത്തെ തവണയെന്ന് വിചാരിക്കും. ഗംഭീർ പറയാണ്, അതെ ആദ്യത്തെ തവണയാണ്. പക്ഷേ എന്നെ നീ കണ്ടോ, ഞാൻ ആദ്യമൊന്നല്ല, ഒരുപാട് തവണ ചെയ്തിട്ടുണ്ട്. എന്റെ ഭാര്യയും കൂട്ടി 7 തവണ ഞാൻ ഇങ്ങോട്ടേക്ക് വന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ കൂളായിട്ട് ഇങ്ങനെ ഇരിക്കുന്നത്. അതൊക്കെ പോട്ടെ, എന്തുകൊണ്ടാണ് കുഞ്ഞിനെ നിങ്ങൾ വേണ്ടാന്ന് വെച്ചത്? ഈ സമയത്ത് ഗംഭീർ പറയണ, ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞിട്ടില്ല, അതുകൊണ്ടാണ്. എന്നാൽ ആ ആളുണ്ടല്ലോ വ്യത്യസ്തമായ രീതിയിൽ ഗംഭീറിനോട് ഒരു കാര്യം പറയുന്നുണ്ട്. അതുകൊണ്ടൊന്നുമല്ല, ആ കുഞ്ഞിനെ വേണ്ട എന്നുള്ള ആ ഒരു തീരുമാനം അത് അവളുടെ മാത്രം തീരുമാനമാണ്. അതെന്താണെന്നറിയോ? അവൾക്ക് നിന്നെ പോലെ ഒരുത്തന്റെ കുഞ്ഞിനെ വയറ്റിൽ ചുമക്കാനായിട്ട് യാതൊരു താല്പര്യമില്ല. നിന്നോട് അവൾക്ക് യാതൊരു സ്നേഹവും ഇല്ല. ശരിക്കും അതാണ് ഇതിന്റെയൊക്കെ കാരണം. സത്യം പറയുകയാണെങ്കിൽ ആ പെണ്ണുണ്ടല്ലോ, അവള് നിന്റെ എനിമിയാണെന്ന് പറയണം. ഭയങ്കര സ്ട്രെയിഞ്ച് ആയിട്ട് ഗംഭീറിന് ഈ ഒരു കാര്യം തോന്നണം. ആട്ടെ, നിങ്ങളുടെ ഭാര്യ ഇപ്പൊ എവിടെയും ചോദിക്കുമ്പോൾ 7ാമത്തെ തവണ അബോർഷൻ ചെയ്തപ്പോൾ അവള് മരിച്ചുപോയി എന്ന് പറഞ്ഞിട്ട് അയാൾ അവിടുന്ന് പോവാണ്. ഇതെന്താ ഈ മനുഷ്യൻ ഇങ്ങനെയെന്ന് ഗംഭീർ ഒന്ന് ആലോചിച്ചു പോവാണ്. ഇതിനുശേഷം അബോർഷൻ എല്ലാം കഴിഞ്ഞ് താലിയ പുറത്തേക്ക് വരികയാണ്. അവള് നല്ല ടയേർഡായിരുന്നു. അതുപോലെ തന്നെ അവളുടെ കയ്യിൽ ആ ഒരു ബാഗിൽ വയറ്റിൽ നിന്ന് പുറത്തേക്കെടുത്ത ആ ഒരു കുഞ്ഞിന്റെ ആ ഒരു ചെറിയ ശരീരം ഉണ്ടായിരുന്നു കേട്ടോ. ഡോക്ടർമാർ ഒരു ബാഗിലാക്കി അത് അവൾക്ക് തന്നെ കൊടുത്തിട്ടുണ്ട്. എന്നാൽ വീട്ടിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ ഇങ്ങനെ ചെയ്തല്ലോ എന്നുള്ള ആ ഒരു ടെൻഷൻ അവൾക്ക് ഭയങ്കരമായിട്ട് ഉണ്ടാകുന്നുണ്ട്. അതുപോലെ തന്നെ ഗംഭീർ അവിടെ ഉണ്ടാക്കി വെച്ച ആ ഒരു ശില്പം അതിന്റെ അടുത്തേക്ക് പോയി നിന്നുകൊണ്ട് തന്നെ താലിയ വല്ലാണ്ട് ഫീൽ ആവുകയാണ്. ഞാൻ ഈ ചെയ്തത് തെറ്റാണോ? ഈ കുഞ്ഞിനെ അറിയില്ലല്ലോ, അവനൊന്നും അറിയില്ലല്ലോ. ഈ ഭൂമിയിൽ അവൻ എത്തുന്നതിന് മുന്നേ തന്നെ നമ്മൾ അവനെ ഇല്ലാതാക്കിയില്ലേ. ആ സമയത്ത് അവൾക്ക് എന്തോ അതൊന്നും ചെയ്യണ്ടായിരുന്നു. വല്ലാത്തൊരു വേദന ഫീൽ ആവുന്നുണ്ട്. പിന്നീട് അവിടെ ഗംഭീർ ഉണ്ടാക്കി വെച്ച ആ ഒരു ശില്പം ഉണ്ടല്ലോ, അതിലേക്ക് നോക്കിയിട്ട് പറയണത്, ഈ ശില്പത്തിന്റെ വയറിന്റെ ഭാഗം ഉണ്ടല്ലോ, അവിടെ കറക്റ്റ് ആയിട്ട് നമ്മുടെ ഈ ഒരു കുഞ്ഞിനെ വെക്കാൻ പറ്റുമായിരിക്കുമല്ലേ. ഇത് കേട്ടപ്പോൾ ഗംഭീർ ആകെ ഞെട്ടിപ്പോവാണ്. ആലിയ, നീ എന്തീ പറയുന്നത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ഇപ്പൊ താലിയ പറയാണ്, അതല്ലടോ, നീ ഒന്ന് ആലോചിച്ച് നോക്കി, ഈ കുഞ്ഞിന്റെ ഭാഗത്ത് എന്തെങ്കിലും ഒരു തെറ്റുണ്ടോ? നമ്മളല്ലേ ഇതിനെ ഇല്ലാതാക്കിയത്. ഈ കുഞ്ഞിന് വേണ്ടിയിട്ട് ഒരു ചടങ്ങോ കാര്യങ്ങളോ ഒന്നും നമുക്ക് ചെയ്യാൻ കഴിയില്ല. പക്ഷെ അതിന് പകരമായിട്ട് ഞാനൊരു കാര്യം പറയാം, ആ കാര്യം നീ സ്വീകരിക്കുമെന്ന് ചോദിക്കുകയാണ്. ഇപ്പൊ ഗംഭീർ പറയാണ്, താലിയ നീ എന്താ ഈ പറയുന്നത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ഗംഭീർ, ഞാൻ ഒരു കാര്യം പറയാം. നീ ഇപ്പൊ ഉണ്ടാക്കി വെച്ച ഈ ഒരു ശില്പം ഉണ്ടല്ലോ, ആ ശില്പത്തിന്റെ വയറ്റിലേക്ക് നമ്മുടെ ഈ ഒരു കുഞ്ഞിനെ വെക്കണം. ഇത് കേട്ടപാടിന് ഗംഭീർ പറയണത്, നിനക്കെന്താ പ്രാന്തായോ? ഇതുപോലെ ഈ മരിച്ചുപോയ കുഞ്ഞിനെ എങ്ങനെയാണ് ഒരു ശില്പത്തിന്റെ വയറ്റിൽ വെക്കുക? അതൊന്നും ചെയ്യാൻ കഴിയില്ല. ഗംഭീർ ഇങ്ങനെ പറഞ്ഞ സമയത്ത് താലിയ പറയണ, ഇല്ല, എനിക്ക് അങ്ങനെ ചെയ്യണം. നമ്മുടെ കുഞ്ഞ് അതിന് അർഹിച്ച ആ ഒരു മര്യാദ തന്നെ കൊടുക്കണം. ഇതും പറഞ്ഞ് അവനുണ്ടാക്കിയ ഒരു ശില്പം ഉണ്ടല്ലോ, അതിന്റെ വയറ് അവള് കുത്തി പൊളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് കണ്ടപ്പോൾ ഗംഭീറിന് മനസ്സിലായി, ഇതിങ്ങനെ പോവുകയാണെങ്കിൽ ഇവൾക്ക് പ്രാന്താവും. അതുകൊണ്ട് തന്നെ അവളെ മാറ്റി നിർത്തി ആ ശില്പത്തിന്റെ വയറ് അത് ഗംഭീർ പതിയെ 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 മുറിച്ചെടുക്കുകയാണ്. എന്നിട്ട് അതിന്റെ ഉള്ളിലേക്ക് ആ ഒരു കുഞ്ഞിനെ വെക്കുന്നുണ്ട്. ഇതിനുശേഷം ആ ഒരു ശില്പത്തെ ഗർഭിണിയായിട്ടുള്ള സ്ത്രീയായിട്ട് മാറ്റുകയാണ്. അതായത് അങ്ങനെ ഒരു ശില്പാക്കി മാറ്റുകയാണ്. ഈ സമയത്താണ് അങ്ങോട്ടേക്ക് ആര് വരുന്നത്? ഇവരുടെ മാനേജർ ആയിട്ടുള്ള ജിമ്മി വരുന്നത്. ആ ശില്പം ആദ്യമായിട്ട് കാണുന്നത് ജിമ്മി ആയിരുന്നു. കണ്ടപ്പോൾ തന്നെ അതിന് വല്ലാത്തൊരു അട്രാക്ട്, ഇതെനിക്ക് സ്വന്തമാക്കണം എന്ന് മനസ്സിൽ അവനൊരു തോന്നല്. അതുകൊണ്ട് തന്നെ ജിമ്മി പറയണ, സാറേ ഈ ശില്പം ഞാൻ എടുക്കുകയാണ് കേട്ടോ, ഇത് എനിക്ക് എന്റെ വീട്ടിലേക്ക് കൊണ്ടുപോകണം. അതുപോലെ ഇനി ഉണ്ടാക്കുന്ന ഓരോ ശില്പവും ഇതുപോലെയുള്ള ഗർഭിണിയായിട്ടുള്ള സ്ത്രീകളുടെ ശില്പമായിക്കോട്ടെ. അങ്ങനെ ആ ഒരു മാനേജർ പറഞ്ഞതുപോലെ തന്നെ പിന്നീട് ഗംഭീർ ഇതുപോലെ ഗർഭിണിയായിട്ടുള്ള സ്ത്രീകളുടെ ശില്പങ്ങൾ ഉണ്ടാക്കാൻ തുടങ്ങി. എന്നാൽ ആ സമയത്ത് താലി പറയാണ്, ഗംഭീറെ, നീ ഉണ്ടാക്കുന്ന ഓരോ ശില്പത്തിന്റെ ഉള്ളിലും ഓരോ കുഞ്ഞിനെ വെക്കണം. അങ്ങനെയെങ്കിലും അബോർഷൻ ചെയ്യപ്പെട്ട ആ ഒരു കുഞ്ഞുങ്ങൾക്ക് ഒരു നീതി കിട്ടിക്കോട്ടെ, അല്ലെങ്കിൽ ഒരു ബഹുമാനം കിട്ടിക്കോട്ടെ. ആദ്യമൊന്നും ഗംഭീർ അതിന് സമ്മതിച്ചില്ല കേട്ടോ. പിന്നീട് താലിയ, അറിയാലോ, വാക്കുകൾ കൊണ്ട് ആളുകളുടെ മനസ്സിനെ മാറ്റാൻ അവൾക്ക് നന്നായിട്ട് കഴിയും. അതുകൊണ്ട് തന്നെ ഗംഭീർ അവളുടെ ആ ഒരു വർത്താനം കേട്ട് നേരെ ഹോസ്പിറ്റലിലേക്ക് പോവാണ്. ഇല്ലീഗലായിട്ട് ഇതുപോലെ അബോർഷൻ ചെയ്യുന്ന ഒരു ഹോസ്പിറ്റലിലേക്ക് ചെന്നിട്ട് ആ ഒരു കുഞ്ഞിന്റെ യഥാർത്ഥ അമ്മ അവർ വേണ്ടാന്ന് പറഞ്ഞിട്ട് വന്ന കുഞ്ഞുങ്ങളെ ഇപ്പൊ ഗംഭീർ വാങ്ങാൻ തുടങ്ങി. എന്നിട്ട് അവനുണ്ടാക്കുന്ന ഓരോ ശില്പത്തിന്റെ ഉള്ളിലേക്കും ഈ കുഞ്ഞിനെ വെക്കാൻ തുടങ്ങി. അങ്ങനെ ഓരോ ശില്പങ്ങളും പൂർത്തീകരിക്കാൻ തുടങ്ങി. ഈ രീതിയിൽ ഗംഭീർ ഉണ്ടാക്കുന്ന ഓരോ ശില്പങ്ങൾക്കും വല്ലാത്തൊരു വശ്യത, അതായത് ആളുകളെ ആകർഷിക്കുന്ന ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു. എല്ലാത്തിനും ഒരു ജീവനുള്ളതുപോലെ ആൾക്കാർക്ക് ഫീൽ ആവുകയാണ്. അതിന് കാരണം ഉള്ളിലുള്ള യഥാർത്ഥ കുഞ്ഞുങ്ങളുടെ ആ ഒരു ശവശരീരം തന്നെയാണ്. എന്തായാലും ആളുകൾക്ക് ഈ ശില്പം ഇഷ്ടമായതുകൊണ്ട് തന്നെ ബിസിനസ് നന്നായിട്ട് നടക്കുന്നുണ്ട്, ഒരുപാട് കാശ് വരുന്നുണ്ട്, ലൈഫ് ഒന്ന് സെറ്റിൽ ആവുകയാണ്. എന്ന് ഇതൊക്കെ ചെയ്തിട്ടും ഗംഭീറിന്റെ ഉള്ളിൽ ഒരു സന്തോഷമില്ല. ഈ ചെയ്യുന്ന കാര്യം ഒട്ടും നല്ലതല്ല എന്നുള്ള ആ ഒരു ബോധം അവന് നന്നായിട്ടുണ്ട്. പലപ്പോഴും അതിന്റെ ആ ഒരു ടെൻഷനും കുറ്റബോധമൊക്കെ ആയിട്ട് അവൻ വല്ലാണ്ടാവുന്ന സമയത്ത് ഭാര്യയായിട്ടുള്ള താലി വീണ്ടും വരും, അവൻ ഒന്നുകൂടെ മോട്ടീവ് ചെയ്യും. പിന്നെയും ഇത് തന്നെ ഉണ്ടാക്കാനായിട്ട് അവനിങ്ങനെ പ്രേരിപ്പിച്ചുകൊണ്ടേയിരിക്കും. അതുകൊണ്ടാണ് തുടക്കത്തിൽ അന്ന് ആ ഒരു പാർട്ടിയിൽ വെച്ച് ഭാര്യ പറഞ്ഞ കാര്യം അത് നിങ്ങൾ ശ്രദ്ധിച്ചായിരുന്നു. അതായത് ഓരോ കുഞ്ഞുങ്ങൾക്കും ഓരോ ശില്പത്തിലൂടെ ഗംഭീറെ നീ അവരുടെ ലൈഫിന് അർത്ഥം കൊടുക്കുകയാണ്. അതായത് ഏതൊക്കെയോ രീതിയിൽ കാവ്യാത്മകമായിട്ട് സംസാരിച്ച് അവനിങ്ങനെ മാനിപ്പുലേറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ് താലിയ. അധികം വൈകാതെ തന്നെ ബിസിനസ് നന്നായിട്ട് നടക്കുന്നുണ്ട്, ഒരുപാട് കാശും കാര്യങ്ങളൊക്കെ വരികയാണ്. ഞാൻ പറഞ്ഞതുപോലെ ഇവർ പിന്നീട് നന്നായിട്ട് സെറ്റിൽ ആവുകയും ചെയ്യുന്നുണ്ട്. അപ്പോഴും ആ ഒരു ശില്പങ്ങൾ ഉണ്ടാക്കുന്ന പരിപാടി അത് ഗംഭീർ തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. അതിനുവേണ്ടി എന്ത് വേണം? അബോർഷൻ ചെയ്യപ്പെട്ട ആ ഒരു കുഞ്ഞുങ്ങളുടെ മൃതദേഹം വേണം. പല തവണയായിട്ട് ഇത് മേടിക്കാൻ ഇങ്ങനെ ആശുപത്രിയിലേക്ക് പോകും. പക്ഷേ അതെല്ലാം മേടിച്ച് തിരിച്ചു വരുമ്പോൾ അവന്റെ ഉള്ളിൽ വല്ലാത്തൊരു പേടി, അവന്റെ പിന്നാലെ ആരോ വരുന്നത് പോലെ, ചെയ്യുന്നത് വളരെ മോശം അങ്ങേയറ്റം നീചമായിട്ടുള്ള കാര്യമാണെന്ന് അവന്
നന്നായിട്ട് ബോധ്യമുണ്ട്. അതുകൊണ്ടാണ് പല ഇലൂഷൻസും അവൻ ഉണ്ടാകുന്നത്. ഇപ്പൊ തന്നെ കുളിക്കുന്ന സമയത്ത് ആരും ഒരാൾ ബെല്ലടിക്കുന്ന പോലെ വീണ്ടും തോന്നുകയാണ്. എന്നാൽ ചെന്ന് നോക്കുമ്പോൾ ആരെയും കാണാനില്ല. അപ്പണ്ട് ഫോണിലൂടെ ഒരു കോള് വരുന്നത്. വേഗം പോയിട്ട് ആ ഒരു ഫോൺ എടുത്ത സമയത്ത് ഒരു കുട്ടിയുടെ ശബ്ദം കേൾക്കുകയാണ്. ഗംഭീർ, ദയവ് ചെയ്തിട്ട് എന്നെ ഒന്ന് വന്ന് രക്ഷിക്കുക, പ്ലീസ് പ്ലീസ് ഒന്ന് സഹായിക്കുക, എന്നെ രക്ഷപ്പെടുത്താൻ നിങ്ങളെ കൊണ്ട് മാത്രമേ പറ്റുള്ളൂ. ഇത് പറഞ്ഞ് പെട്ടെന്ന് ഫോൺ കട്ട് ചെയ്യാണ്. എന്നാൽ ആരാണ് ഈ കുട്ടി? അവൻ എന്തിനാ വിളിക്കുന്നത്? എവിടുന്നാ വിളിക്കുന്നത്? ഇതൊന്നും ഗംഭീറിന് മനസ്സിലാവുന്നില്ല. അപ്പൊ ആ ഒരു വിഷമത്തിൽ ആകെ കൺഫ്യൂസ് ആയിട്ട് ഇതൊക്കെ ഒരു പ്രാങ്ക് കോൾ ആയിരിക്കോ അല്ലെങ്കിൽ ശരിക്കും യാഥാർത്ഥമായിരിക്കോ ഒന്നും മനസ്സിലാവാതെ ആ ഒരു കൺഫ്യൂഷനിൽ അവൻ കട്ടിൽ പോയിട്ട് അങ്ങനെ കിടക്കാണ്. ഇതേ നേരം തന്നെ അവന്റെ ഭാര്യ താലിയ വന്നിട്ടുണ്ട്. അവള് വന്നിട്ട് പറയാണ്, എടോ എനിക്ക് ജോലിയിൽ പ്രൊമോഷൻ കിട്ടിയാട്ടോ, ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. ഇത്രയും സന്തോഷമായിട്ട് ഭാര്യ ഒരു കാര്യം പറയുന്ന സമയത്ത് ഗംഭീർ ഓ കിട്ടിയല്ലേ, ശരി, അങ്ങനെ ഒരു ലൈറ്റ് മൈൻഡിൽ ഇരിക്കുകയാണ്. ഇത് കണ്ട സമയത്ത് താലിയ ചോദിക്കുകയാണ്, എന്താ പറ്റിയത്? ഇതേ സമയത്ത് തന്നെ ഗംഭീർ എഴുന്നേറ്റ് വന്ന് പറയാണ്, താലിയ ഇനി എന്നെ കൊണ്ട് അതുപോലെ ശില്പങ്ങൾ ഉണ്ടാക്കാൻ കഴിയില്ല, എനിക്ക് വയ്യ തീരെ, ചെയ്യുന്ന കാര്യത്തിലൊക്കെ എന്തോ വല്ലാത്തൊരു കുറ്റബോധം പോലെ. ഇപ്പൊ താലിയ പറയാണ്, നീ എന്ത് ഈ പറയുന്നത്? നമ്മുടെ ലൈഫ് ഒന്നും ഇപ്പൊ സെറ്റിലായി വന്നിട്ടേ ഉള്ളൂ. ഈ ശില്പങ്ങൾ വിൽക്കുന്നത് കൊണ്ടല്ലേ നമുക്ക് ഒരുപാട് കാശിങ്ങനെ വരുന്നത്. ഇത് നിർത്തുക എന്ന് പറഞ്ഞാൽ അതൊന്നും ചെയ്യരുത് എന്ന് പറയണം. എന്നാൽ ഗംഭീർ പറയണം, വേണ്ട ഇനി മുതൽ എനിക്കിത് ചെയ്യാൻ കഴിയില്ല. അതുപോലെ ആലിയ, നീ എന്നെ ഇനി ഒരു കാരണവശാലും ഒന്ന് പറഞ്ഞ് കൺവിൻസ് ചെയ്യാൻ നോക്കണ്ട, എനിക്കത് ഇഷ്ടമല്ല. നീ അനാവശ്യമായിട്ട് എന്നെ മാനിപ്പുലേറ്റ് ചെയ്യുന്നുണ്ടെന്ന് എനിക്ക് നന്നായിട്ട് മനസ്സിലായി. സോ അവൾ എന്താണോ ചെയ്തത് അത് അവളുടെ മുഖത്ത് നോക്കി തന്നെ ഗംഭീർ പറഞ്ഞപ്പോ ആലിയ പറയണു, ഓ നീ ഇപ്പൊ എങ്ങനെ മാറിയല്ലേ? കല്യാണം കഴിഞ്ഞപ്പോ നിന്റെ സ്വഭാവത്തിലൊക്കെ വലിയ മാറ്റം വന്നു. എന്നാൽ കല്യാണത്തിന് മുന്നേ നീ എങ്ങനെയായിരുന്നു? എന്തൊരു സ്ട്രോങ് ആയിരുന്നു നീ. ഇപ്പൊ എന്തോ ഒരുമാതിരി വീക്ക് ആയിട്ടുണ്ട്. മനസ്സിനും ബലമില്ല, ശരീരത്തിനും ബലമില്ല. നീ എന്താ ഇങ്ങനെ? അങ്ങനെ ഓരോന്ന് പറഞ്ഞ് അവന് വല്ലാണ്ട് കുത്തി നോവിക്കുന്ന സമയത്ത് ദേഷ്യം വന്നു. ഗംഭീർ എന്താക്കി താലയെ പിടിച്ചൊരു തള്ളു കൊടുക്കുകയാണ്. പെട്ടെന്ന് അവള് തെറിച്ചു പോയിട്ട് തല ഒരു ഭാഗത്ത് മുട്ടി ചോരയെല്ലാം വരുന്നുണ്ട് കേട്ടോ. ഗംഭീർ ഒട്ടും ഈ ഒരു കാര്യം പ്രതീക്ഷിച്ചില്ല. വേദന പോയിട്ട് അവളോട് ക്ഷമയെല്ലാം ചോദിക്കുന്നുണ്ട്. അവളുടെ ആ ഒരു തല മടിയിൽ വെക്കുകയാണ്, അവളെ ആശ്വസിപ്പിക്കുകയാണ്, ക്ഷമിക്കണം എന്നൊക്കെ പറയുന്നുണ്ട്. ഈ സമയത്ത് ആലിയ പറയാണ്, സോറി, തെറ്റെന്റെ ഭാഗത്തുമുണ്ട്. നിനക്ക് ഇഷ്ടമില്ലാത്തൊരു കാര്യം നിന്നെ കൊണ്ട് നിർബന്ധിച്ച് ഞാൻ ചെയ്യിപ്പിക്കാൻ പാടില്ലായിരുന്നു. നിനക്ക് താല്പര്യമില്ലെങ്കിൽ ഇനി ആ ഒരു ശില്പങ്ങൾ നീ ഉണ്ടാക്കേണ്ടെന്ന് പറയണം. ഗംഭീറിനും ആ ഒരു സമയത്ത് മനസ്സിന് ഒരു ആശ്വാസമായി കേട്ടോ. ഇനി മുതൽ ഈ സാധനം ഉണ്ടാക്കണ്ടല്ലോ. അപ്പൊ ആ ഒരു കാര്യം പോയിട്ട് ഗംഭീർ മാനേജറോടും പറയുന്നുണ്ട്, അതായത് ജിമ്മിയോട്. ജിമ്മിയാണ് അവൻ ഉണ്ടാക്കുന്ന ശില്പങ്ങളെല്ലാം ഷോപ്പിലേക്ക് കൊണ്ടുപോകുന്നതും അതുപോലെ തന്നെ ഇത് വാങ്ങിക്കാൻ ആവശ്യമായിട്ടുള്ള കസ്റ്റമേഴ്സ് ഉണ്ടല്ലോ ഇവരെയൊക്കെ കണ്ടുപിടിക്കുന്നത്. അതുകൊണ്ട് തന്നെ ജിമ്മി ചോദിക്കുകയാണ്, എന്താണ് ഒറ്റയടിക്ക് ഇങ്ങനെ ഒരു തീരുമാനം? ഗംഭീർ പറയാണ്, ഞാൻ ഒന്നാമതേ ഈ ശില്പങ്ങൾ ഉണ്ടാക്കാൻ തുടങ്ങിയത് എന്റെ ഭാര്യയുടെ താല്പര്യം കൊണ്ട് മാത്രമാണ്. ഇപ്പൊ അവള് പറയാണ് അവൾക്ക് ഇതിൽ വലിയ ഇൻട്രസ്റ്റ് ഒന്നുമില്ല, എനിക്ക് ആദ്യമേ ഈ കാര്യത്തിലൊന്നും യാതൊരു താല്പര്യമില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു പരിപാടി ഇവിടെ നിർത്താന്ന് പറയണം. ഇത് കേട്ടപ്പോൾ ജിമ്മി ആകെ ഞെട്ടിപ്പോവാണ്. ഗംഭീറെ, നീ എന്താ ഈ പറയുന്നത്? ശില്പം ഉണ്ടാക്കി കൊടുക്കാന്ന് പറഞ്ഞിട്ട് എത്രയോ പേരുടെ കയ്യിൽ നിന്നും ഓൾറെഡി നമ്മൾ അഡ്വാൻസ് മേടിച്ചു കഴിഞ്ഞതല്ലേ? എന്നാൽ അതൊക്കെ തിരിച്ചു കൊടുത്തേക്കാൻ വേണ്ടി ഇപ്പൊ ഗംഭീർ പറയണം. ആ കാര്യം ജിമ്മിക്ക് ഒട്ടും ഇഷ്ടമില്ല. ജിമ്മി പറയണ, ഗംഭീറെ അതൊന്നും നടക്കാൻ പോകുന്നില്ല. അതിനു മുന്നേ വേറൊരു കാര്യം പറയട്ടെ. നിങ്ങൾ ഉണ്ടാക്കിയ ആദ്യത്തെ ശില്പം അത് മേടിച്ചത് ഞാനല്ലേ? കുറച്ച് നാളായിട്ട് അതെന്റെ വീട്ടിൽ തന്നെയുണ്ട്. പക്ഷെ ഒരു ദിവസം ആ സാധനം എന്റെ കൈ ഒന്ന് തട്ടി താഴേക്ക് വീണു. നിലത്ത് വീണ് ആ ശില്പത്തിന്റെ വയറിന്റെ ഭാഗം ഒന്ന് പൊട്ടിപ്പോയി. ഇത് കേട്ടപാടിന് ഗംഭീർ ഒന്ന് ഞെട്ടുകയാണ് കേട്ടോ. അതേസമയത്ത് തന്നെ ഈ ജിമ്മി വീണ്ടും ഒരു കാര്യം പറയുന്നുണ്ട്. ഗർഭിണിയായിട്ടുള്ള ആ ഒരു ശില്പത്തിന്റെ വയറ് പൊട്ടിയപ്പോ ഞെട്ടിപ്പിക്കുന്ന ഒരു കാര്യം ഞാൻ കണ്ടു. അതായത് കാലിയായി കിടക്കേണ്ട ആ വയറിന്റെ ഭാഗത്ത് ഒരു മനുഷ്യക്കുഞ്ഞ്. ആദ്യം കണ്ട സമയത്ത് എനിക്ക് എന്റെ കണ്ണുകളെ വിശ്വസിക്കാൻ പറ്റിയില്ല. അതുപോലെ തന്നെ വല്ലാണ്ട് ഞാൻ പേടിച്ചും പോയിരുന്നു. മാത്രമല്ല അത് കണ്ടു കഴിഞ്ഞതിന് ശേഷം അത് കണ്ടതുകൊണ്ടും അതിന്റെ ആ ഒരു സ്മെല്ല് കൊണ്ടും 2-3 ആഴ്ചത്തേക്ക് എനിക്ക് ഭക്ഷണം മര്യാദക്ക് കഴിക്കാൻ പോലും പറ്റിയില്ല. ഇതുവരെയായിട്ടും ഞാൻ ആ കണ്ട കാര്യം നിന്നോടും ബാക്കിയുള്ളവരോടും പറഞ്ഞിട്ടില്ല. എന്നെ കൊണ്ട് ഇനി അത് ആരോടും പറയിപ്പിക്കുകയും ചെയ്യരുത്. നീ ഉണ്ടാക്കുന്ന ഓരോ ശില്പത്തിന്റെ ഉള്ളിലും ഇതുപോലെ കുഞ്ഞുങ്ങളെ നീ വെക്കുന്നുണ്ടെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. ഈ കാര്യം എങ്ങാനും ഞാൻ പോലീസിൽ പോയിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാ ശില്പങ്ങളുടെയും വയറ് പൊളിക്കും, അതിലുള്ള ഓരോ കുഞ്ഞിനെയും വീണ്ടെടുക്കും. നീയും നിന്റെ ഭാര്യയും പിന്നെ പുറം ലോകം കാണില്ല എന്ന് പറയണം. ഇതേ സമയത്ത് തന്നെ ഗംഭീർ ആകെ പകച്ചു നിൽക്കുമ്പോൾ ജിമ്മി പറയണ, പേടിക്കണ്ട, ഞാൻ ആരോടും ഇത് പറയാൻ പോകുന്നില്ല, പഴയതുപോലെ തന്നെ പോയി ആ ഒരു ശില്പങ്ങൾ ഉണ്ടാക്കുന്ന പറയണം. മറ്റൊരു മാർഗ്ഗം ഇല്ലാത്തതുകൊണ്ട് ഗംഭീർ വീണ്ടും ശില്പങ്ങൾ ഉണ്ടാക്കാൻ തുടങ്ങും. അതിനായിട്ട് അവന്റെ വീട്ടില് ഒരു വർക്ക്ഷോപ്പ് തന്നെയുണ്ട്, അതായത് ഒരു അണ്ടർഗ്രൗണ്ട് ഏരിയ. അവിടെ പോയിട്ട് വർക്കുകളൊക്കെ ചെയ്യുന്ന സമയത്ത് അവന്റെ ഒരു ടൂള് നിലത്തേക്ക് വീണ് പോകുന്നുണ്ട്. മാത്രമല്ല അത് നേരെ പോകുന്നത് അവിടെ ഉപയോഗിക്കാതെ എടുക്കുന്ന ഒരു അലമാര ഉണ്ടായിരുന്നു, ഇതിന്റെ അടിഭാഗത്തേക്കാണ്. അത് എടുക്കാൻ വേണ്ടി പിന്നീട് ആ അലമാര അവൻ തള്ളി മാറ്റുകയാണ്. ഇതേ സമയത്ത് ഇതുവരെയായിട്ടും അവൻ കാണാത്തൊരു കാര്യം അവിടെ കാണുന്നുണ്ട്. ഒരു വാതിൽ. ഇത്രയും ദിവസമായിട്ട് ഇവിടെ ജോലി ചെയ്യുന്നു, ഇവിടെ താമസിക്കുന്നു, എന്നിട്ടും ഇങ്ങനെ ഒരു വാതിൽ ആദ്യമായിട്ടാണ് അവൻ കാണുന്നത്. അപ്പൊ ആകാംക്ഷ ഇല്ലാതിരിക്കോ? അപ്പൊ ആകാംക്ഷ ഉള്ളത് കൊണ്ട് തന്നെ ആ വാതില് അവൻ പൊളിക്കാൻ നിൽക്കുകയാണ്. ഈ നേരത്ത് പെട്ടെന്ന് അങ്ങോട്ടേക്ക് താലി വന്നിട്ട് അവന് തടുക്കുകയാണ്. ഗംഭീർ, ദയവ് ചെയ്തിട്ട് നീ ആ ഒരു ഡോർ തുറക്കാൻ പാടില്ല. അപ്പൊ സ്വാഭാവികമായിട്ടും ഗംഭീർ ഒരു കാര്യം ചോദിക്കും, അതെന്താ തുറന്നാല്? വേണ്ട, അത് തുറക്കണ്ട, അതിന്റെ ഉള്ളിലുള്ളത് നീ കാണണ്ടെന്ന് പറയാണ്. ഇതേ സമയത്ത് വീണ്ടും ഗംഭീർ ചോദിക്കുന്നുണ്ട്, അതെന്താ ഞാൻ കണ്ടാല്? ഇങ്ങനെയൊരു ഡോർ ഇവിടെ ഉണ്ടായിട്ട് ആദ്യമായിട്ടാണ് ഞാൻ അത് കാണുന്നത്, എനിക്കത് തുറന്നേ മതിയാവുള്ളൂ. എന്നാൽ വീണ്ടും താലി പറയണത്, ദയവ് ചെയ്തിട്ട് അത് തുറക്കരുത്, എനിക്ക് പേടിയാവുന്നു, നിന്റെ മനസ്സിന് ഒരുപാട് വിഷമുണ്ടാക്കുന്ന കാര്യമാണ്, എന്തിനാണ് വെറുതെ അത് തുറന്ന് കാണുന്നത്? അങ്ങനെ പറഞ്ഞ് താലിയിപ്പോ ഗംഭീറിന്റെ ആ ഒരു മൈൻഡിനെ മാറ്റുകയാണ്. അറിയാലോ അവളുടെ ആ ഒരു സ്വഭാവം. അങ്ങനെ അവസാനം ഗംഭീരം തീരുമാനിക്കുകയാണ്, അവൾക്ക് താല്പര്യമില്ലെങ്കിൽ വെറുതെ ആ ഒരു ഡോർ തുറക്കണ്ട. അതുകൊണ്ട് തന്നെ മറ്റാരും അത് തുറക്കാതിരിക്കാനായിട്ട് അവിടെ ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള ചിത്രവും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വെക്കുകയാണ്. ആരും ആ ഒരു വാതിൽ അത് കാണാതിരിക്കാൻ വേണ്ടിയിട്ട് തന്നെ ഒരു പ്രത്യേകതരം കണ്ണിന്റെ ചിത്രവും അതിൽ വരച്ചു വെക്കുന്നുണ്ട്.
ഇതിനുശേഷം ഗംഭീർ കൂട്ടുകാരനായിട്ടുള്ള ഡോങ്ങിന്റെ കൂടെ കടയിൽ പോയിട്ട് ഒരു കോഫി കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് ആ ടേബിളിൽ ഒരു പേപ്പറിന്റെ കഷ്ണം കാണുന്നുണ്ട്. നിങ്ങളുടെ ഇടതുഭാഗത്തേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കുക. അങ്ങനെ തിരിഞ്ഞു നോക്കിയ സമയത്ത് പുറത്തുണ്ടായിരുന്ന ഒരു തൂണിൽ ആരും ഒരാളൊരു കാര്യം എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു, എന്നെ സഹായിക്കുകയെന്ന്. ആദ്യമൊക്കെ അത് ഗംഭീറിന് ഒരു തോന്നൽ പോലെ തോന്നുകയാണ്. എന്നാൽ കൂട്ടുകാരനുണ്ടല്ലോ ഡോങ്ങിനോട് ചോദിച്ചപ്പോൾ അവനും ആ ഒരു കാര്യം കാണുന്നുണ്ട്. ഏതോ ഒരാൾ വന്നിട്ട് സഹായിക്കുമെന്ന് പറഞ്ഞിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ ഇതിനുശേഷം അവൻ വല്ലാത്തൊരു കൺഫ്യൂഷനിലായിരിക്കുകയാണ്. അതായത് ആരോ ഒരാൾ അവന്റെ പിന്നിലുണ്ട് എന്ന് അവന് മനസ്സിലായി. എന്നാൽ ആരോടും ഈ ഒരു കാര്യം പറയാനായിട്ട് അവനിട്ട് കഴിയുന്നുമില്ല. ഇതിനുശേഷം കൂട്ടുകാരുടെ കൂടെ വീണ്ടും ടെന്നീസ് കളിക്കാൻ പോവാണ്. എന്നാൽ എന്നത്തെയും പോലെയല്ല, ഇന്ന് നന്നായിട്ട് തന്നെ അവൻ കളിക്കുകയാണ്, കളിയിൽ വിജയിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ജോണും ഡോങ് ചോദിക്കണം, എന്താടാ ഇന്നെന്താ പറ്റിയത്? ഇന്ന് ഭയങ്കര എനർജി ആണല്ലോ, നല്ല ഫോമിലാണല്ലോ നീ. അതൊന്നും ഇല്ലാന്ന് പറഞ്ഞിട്ട് നേരെ ബേഗിന്റെ അടുത്തേക്ക് ഗംഭീർ ചെല്ലുകയാണ്. കുടിക്കാനായിട്ട് വെള്ളം എടുക്കാൻ നോക്കുമ്പോൾ ബേഗിലും ആരോ ഒരാളൊരു പേപ്പറിൽ എഴുതി വെച്ചിരിക്കുകയാണ്, എന്നെ സഹായിക്കുന്നു പറഞ്ഞിട്ട്. അപ്പൊ അത് കണ്ടപാട് തന്നെ ഗംഭീർ ആദ്യം ചോദിക്കുന്നത് കൂട്ടുകാരായിട്ടുള്ള ഡോങ് അതുപോലെ തന്നെ ജോണ് രണ്ടുപേരോട് നിങ്ങളാണോ ഇത് എഴുതി വെച്ചെന്ന് ചോദിക്കണം. ഞങ്ങൾ ആ ഭാഗത്തേക്കേ വന്നിട്ടില്ല. എന്നാ പിന്നെ ഇത് ആരായിരിക്കും എഴുതിയിട്ടുണ്ടാവുക? വല്ലാത്തൊരു കൺഫ്യൂഷനില് അവനങ്ങനെ ചുറ്റും നോക്കുമ്പോൾ വാതിലിന്റെ ഭാഗത്ത് ഒരു ചെറുക്കൻ നിൽക്കുന്നുണ്ട്. ഗംഭീറിനെ കണ്ടപാടിന് അവൻ ഒറ്റ ഓട്ടം വെച്ച് കൊടുക്കുകയാണ്. നിക്കടെ അവിടെ എന്ന് പറഞ്ഞിട്ട് അവന്റെ പിന്നാലെ ഗംഭീറും പോകുന്നുണ്ട്. എന്നാൽ മാർക്കറ്റിന്റെ ഭാഗത്തേക്ക് കയറിപ്പോയ ആ ഒരു പയ്യനെ പിന്നീട് ഗംഭീറിനെ കണ്ടുപിടിക്കാൻ കഴിയുന്നില്ല. മാത്രമല്ല ആ ഒരു സ്ഥലം തന്നെ കുറച്ച് വ്യത്യസ്തമായിട്ട് അവന് തോന്നുന്നുണ്ട്. അതിനുശേഷം മാർക്കറ്റിലൂടെ നടക്കുന്ന സമയത്ത് ഒരു മുത്തശ്ശി അവന്റെ കയ്യിൽ കയറി പിടിക്കുകയാണ്. എന്നിട്ട് ചോദിക്കുകയാണ്, നീ എന്താണ് ആ ഒരു വാതിൽ ഇതുവരെയായിട്ട് മടക്കാത്തത്? പെട്ടെന്ന് തന്നെ അവരുടെ ആ ഒരു കൈ വിടിയിപ്പിക്കുന്നുണ്ട് കേട്ടോ. ഈ തള്ളക്ക് എന്തോ ഭ്രാന്താന്ന് കരുതിയിട്ട് അവരെയും ഒഴിവാക്കി ആ ചെറുക്കനെ തേടി പോകുന്നുണ്ടെങ്കിലും അവിടെ എവിടെയും അവനെ കാണാനില്ല. എന്നാൽ ഇതിനുശേഷം ആ ചെറുക്കന്റെ വീട് കാണിക്കുകയാണ്. അവിടെ ഇപ്പോൾ അവന്റെ അമ്മയുണ്ട്, അച്ഛനും ഉണ്ട്. ഇവര് 3 പേരും ടേബിളിൽ ഇരുന്നുകൊണ്ട് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ പെട്ടെന്ന് ഇവൻ ഭക്ഷണം കഴിക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് ആ അമ്മ, ആ സ്ത്രീ അവനെ വല്ലാണ്ട് അബ്യൂസ് ചെയ്യാണ്. അതിനുശേഷം ആ ഒരു ചെറുക്കനെ അവന്റെ അച്ഛനും തല്ലാൻ തുടങ്ങുകയാണ്. ഇതെല്ലാം എവിടെയോ വെച്ച ക്യാമറ വഴി നമ്മൾ കാണുന്നത് പോലെ, ആ വിഷ്വല് പോലെയാണ് നമ്മൾ കാണുന്നത്. അതായത് ഈ വീട്ടിൽ പല സ്ഥലത്തും ക്യാമറകൾ വെച്ചിട്ട് ആ ക്യാമറ ഷൂട്ട് ചെയ്യുന്ന വിഷ്വല്, അതുപോലെയാണ് ഈ കാര്യങ്ങൾ നമ്മൾ കാണിക്കുന്നത്. ഇതേ നേരം തന്നെ ആ ഒരു കുട്ടിയുണ്ടല്ലോ, അവനെ തേടി ആ ഒരു തെരുവിലൂടെ നടക്കുന്ന ഗംഭീർ അവൻ നോക്കുന്ന സമയത്ത്, അതായത് അന്ന് ആ തൂണിൽ അവൻ ഹെൽപ്പ് ചെയ്യൂ എന്ന് എഴുതി വെച്ചില്ലേ, അതിന് തൊട്ടടുത്തായിട്ട് ഒരു ബിൽഡിങ്ങിന്റെ പേരും എഴുതി വെച്ചിട്ടുണ്ട്. ചിലപ്പോൾ ആ ഒരു ബിൽഡിങ്ങിലായിരിക്കും അവൻ ഉണ്ടാവുക. അങ്ങനെ ആ ഒരു ബിൽഡിംഗ് തപ്പി ഇപ്പൊ ഗംഭീർ പോവാണ്. അത്യാവശ്യം വലിയൊരു ബിൽഡിംഗ് ആണ്. നേരെ അതിന്റെ ഉള്ളിലേക്ക് കയറി ചെല്ലുന്നുണ്ട്. എന്നാൽ അവിടെ തന്നെ ഉണ്ടായിരുന്ന ഒരു റിസപ്ഷനിസ്റ്റ്, ആ ലേഡി പറയാണ്, നിങ്ങൾ ആരാണ്, ഇങ്ങോട്ടേക്ക് വരാനുള്ള പെർമിഷൻ ഒന്നുമില്ല, ഇറങ്ങി പൊയ്ക്കെന്ന് പറഞ്ഞിട്ട് വേറെയും സെക്യൂരിറ്റി വന്നിട്ട് ഇപ്പൊ ഗംഭീറിനെ പുറത്താക്കുകയാണ്. ഉള്ളിലേക്ക് കയറാനായിട്ട് പരമാവധി ഗംഭീർ ശ്രമിച്ചെങ്കിലും ആരും അവനെ കയറ്റുന്നില്ല. എന്നാൽ കുറച്ച് ആൾക്കാരൊക്കെ അങ്ങോട്ടേക്ക് വന്ന് പോകുന്നതും കാണുന്നുണ്ട്. ഈ വന്നു പോകുന്ന ആൾക്കാരോടൊക്കെ ഗംഭീർ ചോദിക്കുന്നുണ്ട്, അല്ല എന്താണ് ഈ ബിൽഡിങ്ങിൽ നടക്കുന്നത്? ആരും കമാന്ന് പറഞ്ഞ ഒരു അക്ഷരം പോലും മിണ്ടാതെ അവരുടെ പരിപാടിയും കഴിഞ്ഞ് ഈ ബിൽഡിംഗ് വിട്ട് ഇറങ്ങി പോവാണ്. മാത്രമല്ല കുറെ നേരം നിന്ന് ഇവിടെ വരുന്ന ആൾക്കാരെ ഡിസ്റ്റർബ് ചെയ്യുന്നത് കണ്ടതുകൊണ്ട് തന്നെ അവിടെ ഉണ്ടായിരുന്ന ഗാർഡ്സ് ഗണ്ണുമായി വന്ന് ഗംഭീറിനെ ഭീഷണിപ്പെടുത്താണ്, മര്യാദക്ക് അവിടുന്ന് പൊയ്ക്കാന്ന് പറഞ്ഞിട്ട്. ഇപ്പൊ തൽക്കാലത്തേക്ക് ഗംഭീർ അവിടുന്ന് പോകുന്നുണ്ട് കേട്ടോ. എന്നാൽ ഇങ്ങനെയൊക്കെ അവർ പെരുമാറുന്നത് കൊണ്ട് തന്നെ കാര്യമായിട്ട് ആ ഒരു ബിൽഡിങ്ങിൽ എന്തോ ഒന്നുണ്ട്. ആ കാര്യത്തിൽ അവന് കൺഫേം ആയി. എന്നാൽ അതെങ്ങനെ കണ്ടുപിടിക്കും? അവരങ്ങോട്ടേക്ക് അടുപ്പിക്കുന്നില്ലല്ലോ. പിറ്റേ ദിവസം നേരെ അങ്ങോട്ടേക്ക് ചെല്ലുകയാണ്. കുറെ നേരം കുറച്ച് അകലെ നിന്നും ഇതിങ്ങനെ നോക്കുന്നുണ്ട്, ആരൊക്കെ അവിടെ വന്ന് പോകുന്നുണ്ട് എന്ന്. അങ്ങനെ അവൻ നോക്കുന്ന സമയത്ത് അവന്റെ കൂട്ടുകാരനുണ്ടല്ലോ ഡോങ്, അവിടുന്ന് ഇറങ്ങി പോകുന്നത് കാണുകയാണ്. പതിയെ അവന്റെ പിന്നാലെ കൂടുന്നുണ്ട്. അറിയാത്തതുപോലെ, ഡാ ഡോങ്ങെ അവിടെ നിൽക്ക്, ഞാനും ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ഒന്നും അറിയാത്തതുപോലെ ഡോങ്ങിന്റെ അടുത്തേക്ക് ഗംഭീർ ചെല്ലുന്നു. അല്ല നീ ഇപ്പൊ എവിടെ പോയിട്ട് വരാ ചോദിച്ചപ്പോൾ ഒന്നുമില്ലടാ, എന്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, അയാളെ കാണാൻ വേണ്ടി പോയതാ. എന്നാൽ അപ്പൊ തന്നെ ഡോങ്ങിനെ നോക്കിയിട്ട് ഗംഭീർ പറയാണ്, വെറുതെ നുണ പറയാൻ നിൽക്കണ്ട, ആ ബിൽഡിംഗിൽ നിന്നും നീ ഇറങ്ങി വരുന്നത് ഞാൻ കണ്ടു, എനിക്കറിയണം അവിടെ എന്താണ്. ഈ സമയത്ത് ഡോങ് ഒരു കാര്യം പറയുന്നുണ്ട്, ഗംഭീറെ അത് നീ അറിയാതിരിക്കുന്നതാണ് നല്ലത്, കാരണം നിനക്ക് അത്ര നല്ലൊരു ഹാർഡായിട്ടുള്ള മനസ്സല്ല ഉള്ളത്, നീ ഒരു ലോല ഹൃദയനാണ്. ഇത് കേട്ടപാട് തന്നെ ഗംഭീർ പറയണം, പിന്നെ ലോല ഹൃദയൻ ഞാനോ, പോടാ അവിടുന്ന്, ഞാൻ ആള് ഭയങ്കര സ്ട്രോങ് ആ, എനിക്ക് അങ്ങോട്ടേക്ക് പോകണമെന്ന് പറഞ്ഞപ്പോൾ നിർബന്ധം പിടിച്ചപ്പോൾ ഡോങ് ഇപ്പോൾ ഗംഭീറിനെയും കൂട്ടി നേരെ അങ്ങോട്ടേക്ക് പോകണം. അവിടെ തന്നെ റിസപ്ഷനിസ്റ്റ് ഉണ്ടല്ലോ, അവരോട് കാര്യങ്ങൾ പറയുന്നുണ്ട്. ഇത് നമ്മുടെ ന്യൂ മെമ്പറാണ്, ഇവിടെ എന്ത് സർവീസ് ആണ് കൊടുക്കുന്നത് അതും ഇവനും അതുപോലെ തന്നെ കൊടുക്കുന്നു പറയണം. ഇതിനുശേഷം ഗംഭീർ അതുപോലെ തന്നെ ഡോങ് രണ്ടുപേരും അവിടെ ഉണ്ടായിരുന്ന മറ്റൊരു ലേഡിയെ കാണാൻ വേണ്ടി ചെല്ലുന്നുണ്ട്. അപ്പൊ ആ ലേഡി നമ്മുടെ ഗംഭീറിനോട് പറയുന്ന ഒരേ ഒരു കാര്യം, ഇവിടെ വെച്ച് ഞങ്ങൾ നിനക്ക് തരുന്ന ഒരു സർവീസ് നിനക്ക് സ്വീകരിക്കാൻ പറ്റും, അതിന് പുറമെ ഇതെന്താണ് ഏതാണ് എന്നൊന്നും അന്വേഷിച്ചു വരരുത്, മാസാമാസം ഞങ്ങൾക്ക് കിട്ടാനുള്ള കാശ് നിങ്ങളുടെ ക്രെഡിറ്റ് കാർഡിൽ നിന്നും ഞങ്ങൾ എടുത്തോളാം. അതിനുശേഷം ഗംഭീറിന് ഇവരൊരു മുറി കൊടുക്കുന്നുണ്ട് കേട്ടോ. ആ മുറിയിലേക്ക് ചെന്ന് നോക്കുമ്പോൾ സ്പെഷ്യലായിട്ട് പ്രത്യേകിച്ചൊന്നുമില്ല, ഒരു TV ഉണ്ട്, ആ ടിവിയുടെ മുന്നിൽ ഒരു കസാരയുണ്ട്. അങ്ങനെ ആ കസാരയിൽ അവൻ പോയിരിക്കുകയാണ്. പിന്നീട് ആ ഒരു TV ഓൺ ആക്കുന്നുണ്ട്. ഓൺ ആക്കി കഴിഞ്ഞ് അതിൽ വരുന്ന ഓരോ വീഡിയോസും മാറ്റി നോക്കുന്നുണ്ടല്ലോ, ഗംഭീർ ആകെ ഞെട്ടിപ്പോകുന്നുണ്ട്. കാരണം അതിൽ കാണുന്ന ഓരോ വിഷ്വലും അത് സാധാരണ മനസ്സുള്ള ഒരാൾക്ക് കണ്ടു നിൽക്കാൻ കഴിയില്ല. ആളുകളെ ക്രൂരമായിട്ട് അബ്യൂസ് ചെയ്യുന്ന വീഡിയോസ്, സ്ത്രീകളെ പുരുഷന്മാര് റേപ്പ് ചെയ്യുക, അതുപോലെ തന്നെ ക്രൂരമായിട്ട് ഉപദ്രവിക്കുക, ഈ ഡാർക്ക് വെബിൽ പോയാൽ കാണാൻ കഴിയുന്ന അങ്ങനത്തെ കാഴ്ചകളുണ്ടല്ലോ, അതുപോലെയുള്ള ഓരോന്നും. അതുപോലെ തന്നെ ഒരു മുത്തശ്ശി അവരിങ്ങനെ എന്തൊക്കെയോ എംബ്രോയിഡറിങ് തുന്നുന്നുണ്ട്. എന്നാൽ അതോടുകൂടി അവരുടെ ആ ഒരു ഇറച്ചയിലും ഇതിങ്ങനെ തുന്നി കയറ്റുകയാണ്. സത്യമാണ് ഗംഭീറിന്റെ സുഹൃത്ത് പറഞ്ഞത്, സത്യമാണ്. ലോല ഹൃദയർക്ക് ഇതൊന്നും കാണാൻ കഴിയില്ല. ഇതൊന്നും കണ്ടിട്ട് ഗംഭീറിന് സത്യം പറഞ്ഞാൽ സഹിക്കാൻ പറ്റുന്നില്ല കേട്ടോ. അങ്ങനെ അതിൽ ഓരോ വിഷ്വലും മാറ്റിക്കൊണ്ടിരിക്കുന്ന സമയത്ത് മറ്റൊരു കാര്യം കാണുകയാണ്. അതായത് അവനോട് ഇടയ്ക്കിടയ്ക്ക് ഹെൽപ്പ് എന്ന് വന്ന് ചോദിക്കുന്ന ആ ഒരു കുട്ടിയുണ്ടല്ലോ, ആ കുട്ടിയുടെ വീട്ടിൽ ക്യാമറകൾ
ക്യാമറകൾ വെച്ചിട്ടുണ്ട്. ആ ക്യാമറയിലൂടെ ആ വീട്ടിൽ എന്താണ് നടക്കുന്നത് ആ കാര്യം ഇപ്പോൾ ഗംഭീർ നേരിട്ട് കാണുകയാണ്. നേരത്തെ ആ ഒരു പയ്യന്റെ വീട് കാണിച്ചപ്പോൾ തന്നെ ഞാൻ ഒരു കാര്യം പറഞ്ഞായിരുന്നു. അതായത് അവിടെ കാണിക്കുന്ന വിഷ്വല് ഒരു ക്യാമറയുടെ വിഷ്വലിൽ കാണിക്കുന്നത് പോലെയാണ് നമ്മൾ കാണിക്കുന്നത്. അത് തന്നെ കാര്യം, അവിടെ ഒരു ക്യാമറ ഉണ്ട്. ആ ക്യാമറയിലൂടെ അവർ പോലും അറിയാതെ ആ വീട്ടിലെ കാര്യങ്ങളൊക്കെ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ പയ്യനെ അവന്റെ അച്ഛനും അമ്മയും വല്ലാണ്ട് വളരെ ക്രൂരമായിട്ട് കേട്ടോ ഉപദ്രവിക്കുകയാണ്. ഇതെല്ലാം നേരിട്ട് കണ്ട് ഗംഭീറിന് ആകെ തല കറങ്ങി പോകുന്നുണ്ട് കേട്ടോ. അങ്ങനെ ആ ഒരു ബിൽഡിംഗ് വിട്ട് അവൻ പുറത്തേക്ക് വരികയാണ്. കൂട്ടുകാരനായിട്ടുള്ള ഡോങ്ങിനോട് പറയണത് എന്താടാ എന്തെവിടെയും നടക്കുന്നത്. ഈ സമയത്ത് ഡോങ് പറയണത് അതാ ഞാൻ നിന്നോട് പറഞ്ഞത്, കട്ടിയുള്ള ഹൃദയമുള്ളവർക്ക് മാത്രമേ ഇത് കാണാൻ കഴിയുള്ളൂ. ഞാൻ എങ്ങനെയാണോ നിന്നെ ഇവിടെ ചേർത്തത് അതുപോലെ എന്റെ മറ്റൊരു സുഹൃത്താണ് എന്നെ ഇവിടെ കൊണ്ടുവന്ന് ചേർത്തിയത്. എന്നാലും ഇതൊക്കെ എന്താണെന്ന് ഗംഭീർ ചോദിക്കുമ്പോൾ നീ കണ്ടില്ലേ അതൊക്കെ തന്നെ, പുറത്ത് എന്തൊക്കെയാണോ ഇല്ലീഗലായിട്ട് നടക്കുന്നത് ഇതിന്റെ ഉള്ളിൽ അതെല്ലാം ലീഗലാണ്. അതായത് നിനക്കെല്ലാം കാണാനും ആസ്വദിക്കാനും കഴിയും. അവര് പറയുന്ന ചെറിയൊരു തുക അത് കൊടുത്താൽ മാത്രം മതി. പിന്നെ വേറൊരു കാര്യമുണ്ട്, നമുക്ക് വേണ്ടി ആൾക്കാരെ കൊണ്ട് അഭിനയിപ്പിക്കുന്നതല്ല, യഥാർത്ഥത്തിൽ നടക്കുന്ന കാര്യങ്ങളാണ് ആ ടിവിയിലൂടെ നമ്മൾ കാണുന്നത്. അതൊന്നും അവര് പോലും അറിയാതെ അവരുടെ വീട്ടിൽ സെറ്റ് ചെയ്ത ക്യാമറയിലൂടെയാണ് നമ്മൾ ഈ കാര്യങ്ങളൊക്കെ കാണുന്നത്. ആസ്വദിക്കാൻ പറ്റുകയാണെങ്കിൽ പരമാവധി കണ്ടങ്ങടെ ആസ്വദിക്കടാ. ഒരു വല്ലാത്ത സാഡിസ് മൈൻഡ് സെറ്റിൽ അവന്റെ കൂട്ടുകാരൻ സംസാരിക്കുകയാണ്. അതേസമയം തന്നെ ഗംഭീർ പറയണ അല്ല നീ ആ ഒരു ടി വി വിഷയില് ഒരു ചെറുക്കനെ ഉപദ്രവിക്കുന്ന കാര്യം കണ്ടായിരുന്നോ? ആ ഞാൻ കണ്ടിരുന്നു എന്ന് പറയാണ്. ഞാൻ ആ ഒരു ചെറുക്കനെ രക്ഷപ്പെടുത്താൻ പോവാന്ന് ഗംഭീർ പറഞ്ഞപ്പോൾ ഡോങ് പറയണ നിനക്കെന്താ പ്രാന്താണോ? ഞാൻ ആദ്യം നിന്നോട് പറഞ്ഞതാണ് വള്ളിക്കെട്ട് കേസ് പിടിക്കാൻ നിൽക്കരുതെന്ന്. എന്നാൽ ഗംഭീർ പറയണ ഞാൻ എന്തായാലും ആ ഒരു കുട്ടിയെ രക്ഷപ്പെടുത്തും, കാരണം അവൻ എന്നോട് സഹായം ചോദിച്ചിരിക്കുകയാണ്. ഇപ്പൊ ഡോങ് വിചാരിക്കുകയാണ് ഇവൻ എന്തൊക്കെ ഈ പറയുന്നത്, പ്രാന്തായോ? പിന്നെ എന്തായാലും ഗംഭീർ അവിടെ നിന്ന് ഒരു ഒറ്റ പോക്ക് പോവാണ്. പിന്നീട് ഒരു കോഫി ഷോപ്പിൽ പോയിട്ട് ചെറിയൊരു കോഫിയും കുടിച്ച് അങ്ങനെ ആലോചിക്കുമ്പോൾ ഒന്ന് ടോയ്ലറ്റിൽ പോയിട്ട് വരാം എന്ന് കരുതിയിട്ട് അങ്ങോട്ടേക്ക് പോയ സമയത്ത് തൊട്ടപ്പുറത്ത് തന്നെ ലേഡീസ് ടോയ്ലറ്റ് ആണ്. അവിടെ നിന്നും ഒരു ലേഡി സംസാരിക്കുന്നത് ഇപ്പൊ ഗംഭീർ കേൾക്കുകയാണ്. എടീ ഇന്ന് ഞാൻ അവിടെ പോയപ്പോ ഉണ്ടല്ലോ ഒരു വീട്ടിലെ ഒരു കുട്ടിയെ അവരിട്ട് ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് ഭയങ്കര ക്രൂരമായിട്ടല്ലേ അവരടിച്ചത്. എന്തിനാലേ കുട്ടികളോടൊക്കെ ഇങ്ങനെ പെരുമാറുന്നേ, ക്രൂരമായിട്ടാ തല്ലുന്നത്. ഇങ്ങനെയൊക്കെ മറ്റാരോ ഒരാളോട് ആ ഒരു സ്ത്രീ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. വേഗം തന്നെ ഗംഭീർ അവന്റെ ടോയ്ലറ്റിൽ നിന്ന് ഇറങ്ങി അപ്പുറത്തേക്ക് പോയി നോക്കുമ്പോൾ അവിടെ ആരും കാണാനില്ല. ചിലപ്പോൾ എന്തിനാണ് ബാത്റൂമിലേക്ക് വന്നത്, ആ പരിപാടിയെല്ലാം കഴിഞ്ഞ് തിരിച്ചു പോയതായിരിക്കും. എന്തായാലും ഇതിനുശേഷം വീണ്ടും നമ്മുടെ ഗംഭീർ ആ ബിൽഡിങ്ങിലേക്ക് പോവാണ്. ആ ചെയറിൽ ചെന്നിരുന്ന് ടി വി ഓണാക്കി അതിൽ ഓരോ വിഷ്വലും കാണാൻ തുടങ്ങുകയാണ്. എന്നാൽ അതൊന്നും എനിക്ക് നിങ്ങളെ കാണിക്കാൻ കഴിയില്ല കേട്ടോ, വളരെ ബ്രൂട്ടലായിട്ടുള്ള മൃഗീയമായിട്ടുള്ള കാര്യങ്ങളാണ്. ഇതിനെല്ലാം ശേഷം ഗംഭീർ തേടിക്കൊണ്ടിരിക്കുന്നത് ആ കുട്ടിയുണ്ടല്ലോ അവന്റെ വീട്ടിലെ വിഷ്വലാണ്. അതിപ്പോ കാണിക്കുകയാണ്. ഇത്തവണയും അവന്റെ അച്ഛനും അമ്മയും കൂടെ ക്രൂരമായിട്ട് അവൻ എന്തോ എഴുന്നേൽക്കാത്തതിന്റെ പേരിൽ വലിയൊരു വടിയും വെച്ച് തല്ലിക്കൊണ്ടിരിക്കുകയാണ്. വേദന സഹിക്കാൻ കഴിയാതെ ആ ഒരു കുട്ടി കരയുമ്പോൾ അത് കണ്ട് ഗംഭീറിനും സഹിക്കാൻ കഴിയുന്നില്ല. അവനും അറിയാതെ കരഞ്ഞു പോകുന്നുണ്ട്. ടോട്ടലി അവന്റെ ആ ഒരു മാനസികാവസ്ഥയൊക്കെ ആകെ മാറുകയാണ് കേട്ടോ. അപ്പൊ അത് കണ്ട് മനസ്സിലാക്കിയ താലി ചോദിക്കുകയാണ് എന്താ ഗംഭീര നിനക്ക് പറ്റിയത്? ഗംഭീർ എല്ലാ കാര്യങ്ങളും താലിയോട് പറയുന്നുണ്ട്. എങ്ങനെയെങ്കിലും എനിക്ക് ആ ഒരു കുട്ടിയെ രക്ഷപ്പെടുത്തണം, അവന്റെ കരച്ചിൽ കണ്ട് നിൽക്കാൻ പറ്റുന്നില്ല, സഹിക്കാൻ പറ്റുന്നില്ല. അങ്ങനെ പറഞ്ഞ് ഗംഭീറിന് ആ ഒരു വിഷമം അത് താങ്ങാൻ പറ്റാതെ പുറത്തേക്ക് ഇറങ്ങി ഓടുകയാണ്. ഞാൻ ആ ഒരു കുട്ടിയെ ഇന്ന് രക്ഷപ്പെടുത്തും. ഇതും പറഞ്ഞ് ഓടുന്ന സമയത്ത് അങ്ങോട്ടേക്ക് ആര് വരികയാണ്, അവന്റെ സുഹൃത്തായിട്ടുള്ള ഡോങ് വരികയാണ്. ഡോങ് പിടിച്ചു വെച്ചിട്ട് പറയണ നീ എന്ത് ഭ്രാന്തായി കാണിക്കുന്നത്, ആ കുട്ടി അവൻ മരിച്ചുപോയി, അവനെ അവന്റെ അമ്മയും അച്ഛനും കൂടെ തല്ലി കൊന്നു കളഞ്ഞു എന്ന് പറയാണ്. ഇത് കേട്ട ഗംഭീർ ആകെ ഷോക്കായി പോകുന്നുണ്ട്. അവന് താങ്ങാൻ പറ്റിയില്ല കേട്ടോ. അവിടുന്ന് നിലവിളിച്ച് കരയാണ്. മനസ്സ് തകർന്ന് ആ ഒരു കുട്ടിയെ അവൻ എന്നോട് എത്ര തവണ രക്ഷപ്പെടുത്താൻ പറഞ്ഞു, രക്ഷിക്കാൻ പറഞ്ഞു, എന്നിട്ടും എനിക്ക് അവനെ രക്ഷപ്പെടുത്താൻ പറ്റിയില്ലല്ലോ. അങ്ങനെ ആ ഒരു മാനസിക വിഷമം താങ്ങാൻ കഴിയാതെ നിലത്ത് കിടന്ന് കരയാണ് അവന്. ഇത് കണ്ടു നിൽക്കാൻ മാത്രമേ ഇപ്പോൾ ഗംഭീറിന്റെ സുഹൃത്തിനും അതുപോലെ തന്നെ ഭാര്യയായിട്ടുള്ള താലിയേക്കും പറ്റുന്നുള്ളൂ. അവർക്ക് വേറൊന്നും ചെയ്യാൻ കഴിയുന്നില്ല. അങ്ങനെ വീണ്ടും കുറച്ച് ദിവസങ്ങൾ മുന്നോട്ടേക്ക് പോവാണ്. പതിയെ ആ കാര്യങ്ങളൊക്കെ ഗംഭീർ മറക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ പഴയതുപോലെ ആ ഒരു ശില്പങ്ങൾ ഉണ്ടാക്കാനും തുടങ്ങുകയാണ്. എന്നാൽ ആ ഒരു പ്രശ്നത്തിന് ശേഷം ഗംഭീർ ശില്പങ്ങളൊക്കെ ഉണ്ടാക്കുന്നത് കുറച്ച് അഗ്രസീവായിട്ട് എന്തോ ഒരു വ്യത്യസ്തമായിട്ടാണ്. അപ്പൊ ഈ കാര്യങ്ങളൊക്കെ അവന്റെ ഭാര്യയായിട്ടുള്ള താലിയ അതുപോലെ രണ്ട് കൂട്ടുകാർ ഇവരൊക്കെ വന്ന് നോക്കുന്നുണ്ട് കേട്ടോ. ചെറുക്കൻ എന്താ പ്രാന്തായോ എന്ന് വരെ ഇവർ വിചാരിക്കുകയാണ്. പക്ഷെ എന്തൊക്കെയായാലും അതുപോലെ ശില്പങ്ങൾ ഒരുപാട് ഉണ്ടാക്കിയത് കൊണ്ട് എല്ലാം നന്നായിട്ട് വിൽക്കാൻ കഴിഞ്ഞു. നല്ല കാശും കാര്യങ്ങളും വരുന്നുണ്ട്. എല്ലാവരും നല്ല ഹാപ്പിയാണ്. ബട്ട് നമ്മുടെ ഗംഭീർ മാത്രം ഇപ്പോഴും ഹാപ്പി അല്ല. കാരണം എന്താണ്, ഇപ്പോഴും ആ ഒരു കുട്ടിയുടെ കാര്യം തന്നെയാണ് മനസ്സിൽ. സഹായിക്കുക എന്ന് പറഞ്ഞിട്ട് അവൻ എഴുതിയ ഒരു കടലാസ് കഷ്ണം അതിലേക്ക് നോക്കി ഭയങ്കരമായിട്ട് സങ്കടപ്പെട്ടിരിക്കുകയാണ് അവന്. ആ സമയത്ത് ഈ ഗ്യാലറിയിലേക്ക് വന്ന ആൾക്കാരുണ്ടല്ലോ, അതിൽ ചില ആൾക്കാർ ആ ബിൽഡിങ്ങിലേക്ക് പോയിട്ട് അവിടുത്തെ ആ ഒരു ടി വി കാണുന്ന ആൾക്കാരായിരുന്നു. അപ്പൊ അവർ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്ന കാര്യം യാദൃശ്ചികമായിട്ട് കബീർ കേൾക്കുകയാണ്. ഗംഭീർ എന്ന് ഇടക്കിടക്ക് പറയുമ്പോൾ സ്പീഡ് കൂടി പോകുമ്പോൾ അത് കബീർ എന്നാകുന്നുണ്ട് കേട്ടോ. ഓക്കെ, എന്തായാലും അങ്ങനെ തെറ്റ് വന്നിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണം. അതൊക്കെ അവിടെ നിൽക്കട്ടെ, നമുക്ക് കഥയിലേക്ക് തിരിച്ചു വരാം. ഇപ്പൊ ഗംഭീർ നോക്കുമ്പോൾ ഈ കുറച്ച് ആൾക്കാർ സംസാരിക്കുന്ന കാര്യം എന്താ വെച്ചാൽ അവരും ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ട് പറയാണ്. അതായത് ആ ഒരു കുട്ടി അനാവശ്യമായിട്ട് ആ ഒരു വീട്ടുകാർ അടിക്കുന്നുണ്ടല്ലേ. അതായത് ഗംഭീർ രക്ഷപ്പെടുത്താൻ നോക്കിയ ആ കുട്ടിയെ കുറിച്ചാണ് ഇവർ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഇപ്പോഴും ആ ഒരു കുട്ടി ജീവിച്ചിരിപ്പുണ്ട്. അവന്റെ കൂട്ടുകാരൻ ഡോങ് അവനൊന്ന് ഒതുങ്ങാൻ വേണ്ടി വെറുതെ നുണ പറഞ്ഞതാണെന്ന് മനസ്സിലായി. അങ്ങനെ ഗംഭീർ വേഗം തന്നെ ആ ഹോട്ടലിലേക്ക് പോവാണ്. എന്നാൽ അവിടെയുള്ള എല്ലാ റൂമും ഫുള്ളായിരുന്നു. എന്നാൽ അവിടെ ഉണ്ടായിരുന്ന ഒരു റിസപ്ഷനിസ്റ്റ് അവരുടെ അടുത്തേക്ക് ഗംഭീർ പോയിട്ട് പറയാണ്, ദയവ് ചെയ്ത് ആ ഒരു കുട്ടിയെ എനിക്ക് രക്ഷപ്പെടുന്ന നല്ല ആഗ്രഹമുണ്ട്, പറ്റുവാണെങ്കിൽ എങ്ങനെയെങ്കിലും എനിക്കൊരു റൂം അത് നിങ്ങൾ അറേഞ്ച് ചെയ്ത് തരണം. ഈ കൂട്ടത്തിൽ മനസ്സാക്ഷിയുള്ള ഒരാളായിട്ട് നിങ്ങളെ കണ്ടിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. അങ്ങനെ ആ ഒരു റിസപ്ഷൻ ലേഡിയോട് പറഞ്ഞത് കൊണ്ട് തന്നെ കുറച്ച് റിസ്ക് എടുത്തുകൊണ്ട് ഒരു റൂം ഗംഭീറിന് അവൾ ഒപ്പിച്ചു കൊടുക്കുകയാണ്. അങ്ങനെ വേഗം അങ്ങോട്ടേക്ക് പാഞ്ഞു ചെന്ന് ടി വി ഓൺ ആക്കിയിട്ട് ആ പയ്യന്റെ വീട്ടിലെ കാര്യങ്ങൾ നോക്കുകയാണ്. ശരിയാണ്, ഗംഭീർ
ഗംഭീർ വിചാരിച്ചതുപോലെ തന്നെ ആ പയ്യൻ മരിച്ചിട്ടില്ലായിരുന്നു. എന്നാൽ ഇവിടെ മറ്റൊരു ട്വിസ്റ്റ് എന്താണെന്ന് വെച്ചാൽ ഇതുപോലെ പല ആൾക്കാരുടെയും പല സ്ഥലത്തും ഇതുപോലെ വീഡിയോ ക്യാമറ ഹൈഡ് ക്യാമറ വെച്ചിട്ടുണ്ടെങ്കിലും ഒരാൾക്ക് പോലും അതുണ്ട് എന്നറിയില്ല. എന്നാൽ ഈ ചെറുക്കന് മാത്രം ഇതറിയാം. കാരണം എന്താണെന്നറിയോ, ആ ക്യാമറയുടെ അടുത്തേക്ക് വന്ന് നിന്നുകൊണ്ട് തന്നെ അവൻ സഹായം ചോദിക്കുന്നുണ്ടായിരുന്നു. ഒരിക്കലും തന്നെ തേടി ഒരു സഹായം വരില്ല, തനിക്കൊരു രക്ഷയില്ലാന്ന് മനസ്സിലായതുകൊണ്ട് തന്നെ അവൻ ഇപ്പോൾ ഒരു കാര്യം ചെയ്യുന്നുണ്ട്. ആ കാര്യം നേരിട്ട് ഗംഭീർ കാണുന്നുണ്ട്. അപ്പൊ ആ ഒരു വിഷ്വലൊന്നും പൂർണ്ണമായിട്ട് എനിക്ക് നിങ്ങളെ കാണിച്ചു തരാൻ കഴിയില്ല കേട്ടോ. അതുകൊണ്ട് തന്നെ ഞാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങളൊന്ന് ഇമാജിൻ ചെയ്താൽ മതി. ഈ കുട്ടിയുണ്ടല്ലോ ഇപ്പൊ നേരെ അടുക്കളയിലേക്ക് ചെല്ലുകയാണ്. അവിടുന്ന് ഒരു കത്തി എടുത്തുകൊണ്ട് തന്റെ അച്ഛനും അമ്മയും കുത്തിക്കൊന്ന് അവനും സ്വയം മരിച്ചു കളയാണ്. അത് നോക്കി നിന്ന് കരയാൻ മാത്രമേ ഇപ്പോൾ ഗംഭീറിന് കഴിയുന്നുള്ളൂ. അതായത് അവസാനം ആ ഒരു കുട്ടി മരിച്ചിരിക്കുകയാണ്. ഇനിയൊന്നും ഗംഭീറിനോടെ ചെയ്യാനില്ല. എന്നാൽ ഇതേ നേരം തന്നെ ആ ഒരു ടിവിയിലെ ബാക്കിയുള്ള വിഷ്വൽസ് അത് മാറ്റി നോക്കുന്ന സമയത്ത് ഗംഭീർ ഞെട്ടിപ്പിക്കുന്ന ഒരു കാര്യം കാണുന്നുണ്ട്. അതായത് അവന്റെ വീട്ടിലും ഇതുപോലെ ആരും ഒളിക്യാമറ വെച്ചായിരുന്നു. നേരത്തെ നടന്ന ചില കാര്യങ്ങൾ ഓൾറെഡി അതിൽ റെക്കോർഡ് ചെയ്ത് അതിവിടെ കാണിക്കുന്നുണ്ട്. അതിൽ തന്നെ അവൻ വീട്ടിലില്ലാത്ത സമയത്ത് അവന്റെ ഭാര്യയായിട്ടുള്ള താലിയ അതുപോലെ തന്നെ അവന്റെ അമ്മ ഇവര് രണ്ടുപേരും സംസാരിക്കുന്നത് ഇപ്പൊ ഗംഭീർ കേൾക്കുകയാണ്. ശരിക്കും അവന്റെ തലക്ക് അടി കിട്ടിയതുപോലെ ആയിപ്പോട്ടോ അവര് സംസാരിക്കുന്ന ആ ഒരു കാര്യം കേട്ട്. അതായത് ഗംഭീറിന്റെ സ്വന്തം അമ്മ അവന്റെ ഭാര്യയോട് പറയാണ്, എന്റെ മകനെ കൊണ്ട് നിനക്കൊരു കുഞ്ഞിനെ തരാൻ കഴിയില്ല, അതുകൊണ്ട് തന്നെ അവരുടെ കൂട്ടുകാരുണ്ടല്ലോ പറ്റുവാണെങ്കിൽ അവരുടെ അടുത്തേക്ക് പോ. എന്നാൽ അവൻ ഈ കാര്യമൊന്നും അറിയേണ്ട കേട്ടോ, അവനെ കൊണ്ട് കുട്ടികൾ ഉണ്ടാക്കി തരാൻ പറ്റില്ല, അതുകൊണ്ട് ജീവിതകാലം മുഴുവൻ കുഞ്ഞില്ലാതെ ജീവിക്കാൻ കഴിയും. അങ്ങനെ ഗംഭീറിന്റെ അമ്മ പറഞ്ഞു കൊടുത്തത് കൊണ്ട് തന്നെ താലിയ അവന്റെ കൂട്ടുകാരായിട്ടുള്ള ഡോങ്ങിന്റെ അടുത്തേക്ക് ചെല്ലുകയാണ്. അതുപോലെ തന്നെ അവന്റെ അമ്മ വീണ്ടും പറഞ്ഞു കൊടുക്കുകയാണ് മറ്റേ കൂട്ടുകാരന്റെ കൂടെ അടുത്തേക്ക് പോകും. പിന്നെ രണ്ടാമത്തെ കൂട്ടുകാരനായിട്ടുള്ള ജോണിന്റെ അടുത്തേക്കും അവള് പോകുന്നുണ്ട്. ഈ വിഷ്വൽ എല്ലാം അവനിക്ക് ഇവിടെ വെച്ച് ഡയറക്റ്റ് ആയിട്ട് കാണാൻ കഴിയുന്നുണ്ട്. സംഭവം എന്താണെന്ന് മനസ്സിലായോ? ഈ ഒരു സ്ഥലത്തേക്ക് വന്ന് ഇതുപോലെയുള്ള വിഷ്വൽസ് കാണുന്ന ആൾക്കാരുണ്ടല്ലോ അവരുടെ വീട്ടിലും ഈ ഒരു ഓർഗനൈസേഷൻ അവരറിയാതെ തന്നെ ഇതുപോലെയുള്ള ഒളിക്യാമറകൾ ഫിക്സ് ചെയ്യാറുണ്ട്. അതുകൊണ്ടാണ് ഈ വിഷ്വൽസ് എല്ലാം ഇപ്പോൾ ഗംഭീറിന് കാണാൻ കഴിഞ്ഞത്. ഇതിനു പുറമെ അവൻ ഒരുപാട് വിശ്വസിച്ച അല്ലെങ്കിൽ അച്ഛനെ പോലെ കണ്ട അവന്റെ ആ ഒരു മാനേജർ ഉണ്ടല്ലോ ജിം ഒരു ദിവസം ആ വീട്ടിൽ വെച്ച് അവന്റെ ഭാര്യയോട് സംസാരിക്കുന്നത് അല്ലെങ്കിൽ അതിന്റെ ആ ഒരു വിഷ്വലും ഇപ്പൊ അവന് കാണാൻ കഴിഞ്ഞു. എന്നിട്ട് ഹസ്ബൻഡ് ഗംഭീർ ഉണ്ടല്ലോ അവന്റെ വിചാരം എന്താ വെച്ചാൽ എന്തോ ലോകോത്തര നിലവാരമുള്ള ഒരു ശില്പിയാണ്, ഒരു കലാകാരനാണെന്നാ. എന്നാൽ യാതൊരു കലാമൂല്യവും ഇല്ലാത്ത ഒരു പ്രസക്തി ഇല്ലാത്ത ഓരോ കാര്യങ്ങൾ ഉണ്ടാക്കുന്ന ഒരു വെറും വിഡ്ഢിയാണ് നിന്റെ ഹസ്ബൻഡ്. ചുമ്മാ അവനോട് അവൻ ഉണ്ടാക്കിയ കാര്യത്തിൽ അടിപൊളിയായിട്ടുണ്ട് എന്നൊക്കെ ഒന്ന് പറഞ്ഞാൽ മാത്രം മതി, അവനങ്ങോട്ട് പൊങ്ങിക്കോളും. സത്യം പറഞ്ഞാൽ നിന്റെ ഹസ്ബൻഡ് ഒരു പൊള്ളയായ ലൈഫിലാണ് ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അവന് കിട്ടുന്ന ഈ അംഗീകാരമൊന്നും ഒരിക്കലും അവൻ അർഹിക്കുന്നില്ല എന്ന് പറയാണ്. ഇതെല്ലാം കേൾക്കുന്നതോട് കൂടിയിട്ട് ഗംഭീറിന്റെ ആ ഒരു ആറ്റിറ്റ്യൂഡ് കംപ്ലീറ്റ് ആയിട്ട് മാറുകയാണ് കേട്ടോ. തല കറങ്ങുന്നത് പോലെ തോന്നുകയാണ്. കരഞ്ഞ് കരഞ്ഞ് കണ്ണ് വരെ ചോന്നു തുടങ്ങി. തന്റെ ചുറ്റുമുള്ള എല്ലാവരും, തന്റെ ഭാര്യ അടക്കം, തന്റെ അമ്മയടക്കം, തന്റെ സുഹൃത്തുക്കൾ, അതുപോലെ ആ ഒരു മാനേജർ എല്ലാം തന്നെ ചതിക്കുകയാണ്. എല്ലാവരും അവൻ ഇൻസൾട്ട് ചെയ്യാണ്. വെറും ഒരു കോമാളിയായിട്ടാണ് എല്ലാവരും കാണുന്നത്. അത് റിയലൈസ് ചെയ്ത സമയത്ത് കബീറിന്റെ മാനസികാവസ്ഥ അത് മാറിക്കഴിഞ്ഞു. ടോട്ടലി അവൻ വേറൊരാളായി കഴിഞ്ഞു. അങ്ങനെ അവിടെ നിന്നും പുറത്തേക്ക് ഇറങ്ങുകയാണ്. ഒന്നും സംഭവിക്കാത്തതുപോലെ അവൻ അങ്ങനെ കൂളായിട്ട് നടക്കുകയാണ്. എന്തൊക്കെയോ ചില കാര്യങ്ങൾ പിന്നീട് വാങ്ങുന്നുണ്ട്. അതുപോലെ ക്രിസ്മസ് വരാനിരിക്കുകയാണ്. എല്ലാവരും അവൻ വീട്ടിലേക്ക് ക്ഷണിക്കുന്നുണ്ട്. അങ്ങനെ ക്രിസ്മസ് വന്നു, എല്ലാവരും വീട്ടിലേക്ക് വരികയാണ്. ഇപ്പൊ അവിടെ ഗംഭീറുണ്ട്, ഭാര്യയായിട്ടുള്ള താലിയുണ്ട്, മാനേജറായിട്ടുള്ള ജിമ്മി ഉണ്ട്, അവന്റെ അമ്മയുണ്ട്, രണ്ട് കൂട്ടുകാരുണ്ട്, ഡോങ്ങും അതുപോലെ തന്നെ ജോണും. പിന്നീട് ഭക്ഷണം കഴിക്കാനായിട്ട് എല്ലാവരും ഇരിക്കുകയാണ്. എല്ലാവർക്കും അവൻ സ്പെഷ്യൽ ആയിട്ട് മേടിച്ച ആ ഒരു വൈൻ ഉണ്ടല്ലോ അത് കൊടുക്കുകയാണ്. എല്ലാവരും അത് കഴിക്കുന്നുണ്ട്. എന്നാൽ ആ ഒരു വൈന് അത് ഗംഭീർ കഴിക്കുന്നില്ല. ഓൾറെഡി അതിൽ അവനൊരു മരുന്ന് ചേർത്തായിരുന്നു. അങ്ങനെ ആ ഒരു മരുന്ന് എല്ലാവരും കഴിച്ചതോട് കൂടിയിട്ട് ചലനമില്ലാതെ എല്ലാവരും അവിടെ ഇരിക്കുകയാണ്. എന്നാൽ അതൊരു വിഷമൊന്നുമല്ല, ചെകുത്താന്റെ തുപ്പലം എന്ന് പറഞ്ഞതുപോലെ, ഡെവിൾ സ്പിറ്റ് എന്ന് പറഞ്ഞതുപോലെ ഒരു കെമിക്കലാണത്. അത് കഴിച്ചു കഴിഞ്ഞാൽ കുറച്ചു നേരത്തേക്ക് ഇതുപോലെ അനങ്ങാണ്ടായി പോകും. കയ്യോ കാലോ ഒന്നും അനക്കാൻ കഴിയില്ല. പക്ഷെ ചിലപ്പോൾ ചെറുതായിട്ടൊന്ന് സംസാരിക്കാൻ പറ്റും. പക്ഷേ പറയുന്ന കാര്യങ്ങളൊക്കെ കേൾക്കാനും കാണാനും പറ്റും. അപ്പൊ ഈ കാര്യങ്ങൾ എല്ലാവരോടും അവൻ പറയാണ്. ഇതെല്ലാം കേട്ടോണ്ടിരിക്കുകയല്ലാതെ ഇവർക്ക് ആർക്കും ഒന്നും അനങ്ങാൻ പോലും കഴിയുന്നില്ല. മാത്രമല്ല ഞാൻ വിരുന്നിന് വിളിച്ചപ്പോൾ എല്ലാവരും വന്നില്ലേ, എല്ലാവരോടും ഒരുപാട് നന്ദിയുണ്ട്. ഇത് പറഞ്ഞ് ഗംഭീർ എഴുന്നേൽക്കാണ്. ആദ്യം ചെല്ലുന്നത് അവന്റെ മാനേജർ ജിമ്മിയുടെ അടുത്തേക്കാണ്. എന്നിട്ട് ജിമ്മിയോട് പറയുന്നുണ്ട്, സത്യം പറഞ്ഞാൽ എനിക്ക് നിങ്ങളോട് അത്ര പകയൊന്നുമില്ല, അത്ര വലിയ തെറ്റൊന്നും നിങ്ങൾ എന്നോട് ചെയ്തിട്ടില്ല. എന്നിരുന്നാലും ഒരു അച്ഛനെ പോലെ കണ്ട് അത്രയും ആത്മാർത്ഥമായിട്ട് ഞാൻ നിങ്ങളെ വിശ്വസിച്ച് അങ്ങനെയുള്ള നിങ്ങളെ തന്നെ പിന്നിൽ നിന്ന് കുത്തുക അല്ലെങ്കിൽ ഇത്രയും മോശമാക്കി സംസാരിക്കുക എന്നൊക്കെ പറയുന്നത് വളരെ മോശമല്ലേ. എന്നാൽ ഇപ്പോൾ എന്റെ ഈ ദേഷ്യത്തിൽ എനിക്ക് നിങ്ങളെ വെറുതെ വിടാൻ കഴിയൂല. അതുകൊണ്ട് തന്നെ അയാളുടെ കഴുത്ത് അവിടെ വെച്ച് ആർത്ത് കൊന്നുകളയാണ്. ഇതിനുശേഷം നേരെ പോകുന്നത് ഉറ്റ ചങ്ങാതിയായിട്ടുള്ള ഡോങ്ങിന്റെ അടുത്തേക്കാണ്. ഡോങ്ങിന്റെ അടുത്തേക്ക് ചെന്നിട്ട് പറയാണ്, എടാ നിന്നെ ഞാൻ എത്ര വിശ്വസിച്ചടാ, ആത്മാർത്ഥമായിട്ട് വിശ്വസിച്ചില്ലേ, ഒരുപാട് സ്നേഹിച്ചില്ലേ, എന്നിട്ടും നീ എന്നോട് എന്താ ചെയ്തത്? ചതിക്കുകയല്ലേ നീ എന്നെ? ഈ കാര്യം ഞാൻ അറിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എത്രത്തോളം വിഷമിക്കുന്നു ഒരു തവണയെങ്കിലും നീ ആലോചിച്ചോ? അതുകൊണ്ട് ഇത്രയും വലിയ തെറ്റ് ചെയ്ത് നിനക്കും ജീവിക്കാൻ അർഹതയില്ല. അതുകൊണ്ട് അവന്റെ കഴുത്ത് മുറിച്ചു കളയാണ്. ഇതിനുശേഷം നേരെ ജോണിന്റെ അടുത്തേക്ക് ചെല്ലുന്നത്, നീയും അതേ തെറ്റ് തന്നെയല്ലേ ചെയ്തത്, എന്നെ ചതിച്ചില്ലേ, എന്റെ ഭാര്യ നീയെല്ലാം ഉപയോഗിച്ചില്ലേ, പിന്നെ ഇടയ്ക്കിടയ്ക്ക് പറയായിരുന്നല്ലോ എനിക്ക് കഴിവില്ല, ഞാൻ നന്നായിട്ട് കളിക്കില്ല, ഒരു ഉഷാറില്ല എന്നൊക്കെ. ഇപ്പൊ എങ്ങനെ നല്ല ഉഷാറുണ്ടെന്ന് പറഞ്ഞിട്ട് അവന്റെ കഴുത്ത് മറുത്ത് കളയാണ്. ഇത് കഴിഞ്ഞ് നേരെ പോകുന്നത് അവന്റെ അമ്മ റാണിയുടെ അടുത്തേക്കാണ്. അമ്മയുടെ അടുത്തേക്ക് എത്തിയ സമയത്ത് പറയാണ്, അമ്മേ നിങ്ങളെ ഞാൻ ഇങ്ങനെ ഭയങ്കര വേദനിപ്പിച്ചൊന്നും കൊല്ലില്ല കേട്ടോ, കാരണം നിങ്ങൾ എന്റെ അമ്മയല്ലേ. എന്നാലും നിങ്ങൾ എന്നോട് ചെയ്ത കാര്യം ലോകത്തിൽ ഏതെങ്കിലും ഒരു അമ്മ സ്വന്തം മകനോട് ഇങ്ങനെ ഒരു കാര്യം ചെയ്യും?
നിങ്ങളെപ്പോലെ നികൃഷ്ടമായ ഒരു ജീവി ഈ ലോകത്തിൽ ഉണ്ടാവില്ല തള്ളേ. ഇതും പറഞ്ഞ് അവരുടെ തല അവിടെ ഉണ്ടായിരുന്ന ഒരു ബോളിൽ കുറെ വെള്ളം വെച്ചായിരുന്നു, അതിൽ താഴ്ത്തെ പിടിച്ച് ശ്വാസം മുട്ടിച്ച് കൊന്നുകളയാണ്. ഇതിനുശേഷം നേരെ പോകുന്നത് താലിയുടെ അടുത്തേക്കാണ്. അവളാണെങ്കിൽ വിറച്ച് നിൽക്കുകയാണ്, ഒന്ന് അനങ്ങാൻ പോലും പറ്റാതെ. പിന്നീട് അവളോട് ഗംഭീർ പറയാണ്, നിന്നെ എനിക്ക് കൊല്ലാൻ കഴിയില്ല, കൊല്ലാൻ തോന്നുന്നില്ല. അത്രത്തോളം ഞാൻ നിന്നെ സ്നേഹിച്ചിരുന്നു, എനിക്ക് നിന്നെ വിട്ട് പിരിയാൻ പറ്റില്ലായിരുന്നു. അതുകൊണ്ടാണ് ഒരു വിഡ്ഢിയെ പോലെ നീ എന്ത് പറഞ്ഞാലും ഞാൻ കേട്ടുകൊണ്ടിരുന്നത്. പക്ഷേ ഞാൻ വെറും ഒരു വിഡ്ഢിയായിട്ട് മാറി. നീ എന്നെ ഒരു വിഡ്ഢിയായിട്ട് കണ്ടു, ഒന്നിനും കൊള്ളാത്തൊരു ഭർത്താവായിട്ട്. അതുപോലെ നിനക്ക് എങ്ങനെയാ എന്നെ ചതിക്കാൻ തോന്നിയത്? എന്തൊക്കെയായാലും എനിക്ക് നിന്നെ കൊല്ലാൻ തോന്നുന്നില്ല, എനിക്ക് വേദനിപ്പിക്കാൻ തോന്നുന്നില്ല. എന്നിരുന്നാലും കൊല്ലാതിരിക്കാൻ പറ്റുമോ? ഏറ്റവും എളുപ്പത്തിൽ മരിക്കാനായിട്ട് ഞാനൊരു ഗണ്ണ് കൊണ്ടുവന്നിട്ടുണ്ട്, അത് നിന്റെ തലയിൽ വെച്ച് പൊട്ടിക്കാൻ പോവാണ്. ഇത് കേട്ടപാടിനെ അവള് വീണ്ടും വിറക്കാൻ തുടങ്ങുകയാണ്. അധികം നേരം കഴിഞ്ഞില്ല, അവളുടെ തലയിലും വെച്ച് പൊട്ടിക്കുകയാണ്. ആ 5 പേരെയും ആ ഒരു ടേബിളിൽ വെച്ച് കൊന്നുകളഞ്ഞ് രക്തത്തിൽ കുളിച്ചു നിൽക്കുന്നവൻ എല്ലാവരെയും നോക്കി ഒരു വല്ലാത്ത തൃപ്തിയില്ലേ. എന്നെ ചതിച്ച്, എന്നെ പറ്റിച്ച്, എന്നെ ഇങ്ങനെ നോക്കി നടക്കുകയായിരുന്നില്ലേ, എല്ലാത്തിനിട്ടും ഞാൻ പണിതില്ലേ എന്ന ആ ഒരു ആറ്റിറ്റ്യൂഡിൽ ജ്യൂസും കുടിച്ച് അവൻ അവിടെ ഇരിക്കുകയാണ്. ഈ സമയത്താണ് ഗംഭീറിന് ഒരു കാര്യം ഓർമ്മ വരുന്നത്. ഒരിക്കലും തുറക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് അവന്റെ ഒരു വർക്ക്ഷോപ്പിൽ ഒരു വാതിലുണ്ടായിരുന്നല്ലോ. താലി പറഞ്ഞതുകൊണ്ട് അതൊരിക്കലും തുറക്കാനും അവൻ നിന്നിട്ടില്ല. എന്നാൽ അവളിപ്പോ മരിച്ചു കഴിഞ്ഞു, എന്നെ ചതിച്ചവളാണ് അവള്. ഇനിയിപ്പോ അവള് പറയുന്ന കാര്യം തന്നെ ഞാൻ കേൾക്കുന്നത്. എന്തായാലും പോയിട്ട് ആ ഒരു വാതിൽ തുറക്കാമെന്ന് തന്നെ ഇപ്പൊ ഗംഭീർ വിചാരിക്കുകയാണ്. അങ്ങനെ ഒന്നും നോക്കിയില്ല, ഭ്രാന്തനെ പോലെ അങ്ങോട്ടേക്ക് ചെന്ന് ഒരു കോടാലി എടുത്തുകൊണ്ട് ആ വാതിൽ അവൻ തല്ലി പൊളിച്ച് അതിന്റെ ഉള്ളിലേക്ക് കയറി കഴിഞ്ഞപ്പോൾ അവിടെ ഒരു കാര്യം കണ്ട് അവൻ ഞെട്ടിപ്പോവാണ്. അതായത് ടിവിയിലൂടെ അവൻ കണ്ട ഒരു കുട്ടിയുണ്ടല്ലോ, ആ കുട്ടിയുടെ വീട്, ആ വീടായിരുന്നു ആ റൂമിനുള്ളിൽ. അതുപോലെ അവിടെ മരിച്ചു കിടക്കുന്ന ആ കുട്ടി കൊന്ന അവന്റെ അച്ഛനും അമ്മയും. എന്നാൽ ആ കുട്ടി മരണപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല. എന്തിവിടെ നടക്കുന്നത് ഒന്നും മനസ്സിലാവുന്നില്ല അല്ലേ. എന്നാൽ മരിച്ചു കിടക്കുന്ന ആ സ്ത്രീ ഉണ്ടല്ലോ, ആ സ്ത്രീയുടെ മുഖം ഗംഭീറിന്റെ അമ്മയുടെ അതേ മുഖം തന്നെയാണ്. കാരണം ആ കുട്ടി മറ്റാരുമല്ല, അത് ഗംഭീർ തന്നെയാണ്. ചെറുപ്പത്തിൽ അവനെ വല്ലാണ്ട് ഉപദ്രവിച്ച അവന്റെ അച്ഛനെയും അമ്മയും അവൻ ക്രൂരമായിട്ട് കൊന്നുകളഞ്ഞു. സംഭവം അറിഞ്ഞ് അപ്പോഴേക്കും അങ്ങോട്ടേക്ക് വന്ന പോലീസുകാർ അവനെ രക്ഷപ്പെടുത്തി. മാത്രമല്ല മാനസിക നില ഭയങ്കരമായിട്ട് തെറ്റിപ്പോയ ഗംഭീറിനെ അവരൊരു ഭ്രാന്താശുപത്രിയിലാക്കി. അങ്ങനെ ഭ്രാന്തിന്റെ ഉച്ചം എന്നൊക്കെ പറയല്ലേ, അതുപോലൊരു അവസ്ഥയിൽ വന്ന ഗംഭീർ ആലോചിച്ച് ഒരുപാട് പുസ്തകങ്ങളെല്ലാം വായിച്ചു കൂട്ടി ആ ഒരു സെല്ലിന്റെ ഉള്ളിൽ കിടന്നുണ്ടാക്കിയ അവന്റെ വെറും ചിന്തകൾ അല്ലെങ്കിൽ വെറും ഒരു തോന്നലുകൾ മാത്രമാണ് നമ്മൾ ഇത്രയും നേരം കണ്ട ഈ കഥ. അവന്റെ കൂട്ടുകാരനായിട്ട് വന്ന ഡോങ് ആ ആശുപത്രിയിലെ ഒരു സ്റ്റാഫാണ്. അതുപോലെ തന്നെ അവന്റെ ഭാര്യയായിട്ടുള്ള താലിയ ആ ആശുപത്രിയിൽ ഇടയ്ക്കിടയ്ക്ക് വന്നു പോകുന്ന ഒരു ജേർണലിസ്റ്റ് ആയിരുന്നു. എന്നും കാണുന്ന ഈ ആൾക്കാർ ഉപയോഗിച്ചുകൊണ്ട് അവനൊരു കഥയുണ്ടാക്കി ആ കഥയിൽ അവന്റെ പഴയ അമ്മയെ പ്ലേസ് ചെയ്തിട്ട് ഒരു വല്ലാത്ത മനോലോകത്തിൽ അവൻ ജീവിക്കുകയാണ്. അപ്പൊ അവന്റെ മനോലോകത്തിലെ ആ ഒരു കഥയാണ് നമ്മൾ ഇത്രയും നേരം കണ്ടുകൊണ്ടിരുന്നത്. ഇനി ഞാൻ നിങ്ങളോട് ഒരു കാര്യം ചോദിക്കട്ടെ, ഈ സിനിമ നിങ്ങൾക്ക് ഇഷ്ടമായോ? നിങ്ങൾ വിചാരിച്ചോ കഥയുടെ അവസാനം ഇങ്ങനെയൊക്കെയാ നടക്കുകയെന്ന്? പിന്നെ ഞാൻ ആദ്യമേ പറഞ്ഞായിരുന്നു, എപ്പോഴത്തെയും പോലെ ഇതിന്റെ അവസാനം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോളണം എന്നില്ല. ഓക്കെ, ക്ലൈമാക്സ് എന്തായാലും കുറച്ചധികം ഡിഫറെന്റ് ആയിരുന്നു. അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിലും അതിനെക്കുറിച്ചൊന്ന് കമന്റ് ബോക്സിൽ എഴുതണം. ഇതുപോലുള്ള വ്യത്യസ്തമായിട്ടുള്ള കഥ അതിനി വേണോ എന്നുള്ളതും നിങ്ങൾ കമന്റ് ബോക്സിൽ പറയണം. അപ്പൊ എന്തായാലും മികച്ച മറ്റൊരു കഥയുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ഓക്കെ, ബൈ.